Hello students, welcome to Resolute Academy. ഇന്ന് നമ്മൾ 26th January 2024 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാൻ പോവാണ്. പല സോഴ്സസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇന്ന് നമ്മൾ ഈ ഇത് നമ്മൾ ഒരു പാറ്റേൺ എന്താണ്, നമ്മൾ ന്യൂസ് പഠിക്കുന്നു, പിന്നെ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ, ന്യൂസ് ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ. എന്നിട്ട് അത് കൂടാതെ എന്താണ്, നിങ്ങൾക്ക് അഥവാ ഈ ഫുൾ കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് പറക്കിയെടുക്കുക, ഇത് നമുക്ക് ഓർമ്മയുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ക്വിസ് ചെയ്യാൻ പറ്റും. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് തരാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മളെ വെബ്സൈറ്റിൽ പോകാം, അല്ലെങ്കിൽ നമ്മളെ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ക്വിസ് ചെയ്യാം. അറൌണ്ട് 30 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വിസ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ബേസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണ് റിവൈസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിൽ ഡിസ്ക്രിപ്ഷൻ നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡഡ് ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് സൊല്യൂഷൻ ആൻഡ് വിത്ത് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യും. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പോയി ലോഗിൻ ചെയ്തിട്ട് എന്താണ് നിങ്ങൾ അത് ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ പാറ്റേൺ നിങ്ങൾക്കറിയാം. സ്റ്റാർട്ടിങ്ങിൽ എന്താണ് കറണ്ട് അഫയേഴ്സിൻ്റെ ന്യൂസ് ഉണ്ടാവും, പിന്നെ എന്താണ് നമ്മളൊരു എക്സാം പാറ്റേൺ, ലേറ്റസ്റ്റ് എക്സാം പാറ്റേണിൻ്റെ ടൈപ്പിലൊരു ക്വിസ് നമ്മൾ തരും, അതിനെ സോൾവ് ചെയ്ത് നോക്കും. പിന്നെ ലാസ്റ്റിൽ റീസെൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ്, അവാർഡ്സ്, പിന്നെ എന്താണ് പറയുന്നത്, വേറെ ഇമ്പോർട്ടൻറ്റ് ബാങ്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളും ഇത് നമ്മൾ ലാസ്റ്റിൽ പഠിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേറെ ഫർദർ ഡിലേ ഇല്ലാതെ ഫസ്റ്റ് കറണ്ട് അഫയേഴ്സിൻ്റെ ന്യൂസ് നോക്കാം അല്ലേ. ഫസ്റ്റ് ന്യൂസ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഓക്കെ, ആദ്യം നമുക്ക് നമ്മളെ പേന ചൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്താണ്, ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2023. ഓക്കെ, ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2023 ന്യൂസിലുണ്ടായിരുന്നു. അപ്പോൾ അത് പാസ് ചെയ്തിട്ടുണ്ട് പാർലമെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് വരാൻ കാരണം എന്താണ്. എക്സാമിന് ചോദിക്കില്ല കാരണം എന്താണെന്ന്, ബട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇപ്പം പറയാൻ പോണതിൽ കുറച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ റെലവെൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ബാക്ക് ഡ്രോപ്പ് തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ ടെലികമ്മ്യൂണിക്കേഷൻ ലോസ് ഔട്ട്ഡേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഇപ്പോഴത്തെ ടെലികമ്മ്യൂണിക്കേഷൻ എന്തിൻ്റെ അണ്ടറിലാണ് ഗവർൺ ചെയ്യണമെന്ന് വെച്ചാൽ ടെലിഗ്രാഫ് ആക്ട് അല്ലെ. ടെലിഗ്രാഫ് ആക്ട് 1933 1885 ടെലിഗ്രാഫ് ആക്ടിൻ്റെ അണ്ടറിലാണ് ഗവർൺ ചെയ്യുന്നത്. ഓക്കെ, അത് കൂടാതെ വേറൊരു ആക്ട് ഉണ്ട്, ഇന്ത്യൻ വയർലെസ് ടെലിഗ്രാഫി ആക്ട് 1933. ഈ ആക്ടുകൾ എന്താണ്, ആ സമയത്ത് ഉണ്ടാക്കിയതാണ്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ മൊബൈൽ ഫോൺസ് ഒന്നും ഇല്ല, ലാൻഡ് ലൈൻ പോലും ഇല്ലാത്ത സമയം. ആ സമയത്ത് ഉണ്ടാക്കിയപ്പം അപ്പോഴത്തെ നിലവിലുള്ള സിറ്റുവേഷൻ ബേസ്ഡ് ആണ് അവരുണ്ടാക്കി. അപ്പോൾ ഇപ്പോഴത്തെ ഡിഫറെൻറ്റ് ചേഞ്ച്ഡ് സിറ്റുവേഷനിൽ അവർ അഡോപ്റ്റ് ചെയ്തിട്ടില്ല, മനസ്സിലായില്ലേ. അപ്പോൾ ആ ഒരു ഇഷ്യൂവിൻ്റെ കാരണമാണ് ഇതിനെ മാറ്റേണ്ടി വന്നിട്ടുള്ളത്. ഓക്കെ, ബേസിക്കലി അതാണ് മെയിൻ ഇഷ്യൂ. ഓക്കെ, അപ്പോൾ നമ്മളെ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ നമ്മളെ ടെലികമ്മ്യൂണിക്കേഷനിൽ നമ്മളെ ഫോണിൻ്റെ ത്രൂ ബുള്ളിങ്, അങ്ങനത്തെ ഫ്രോഡ്സ്, ഇതെല്ലാം റെഗുലേറ്റ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ആക്ട് കൊണ്ടുവരേണ്ട ആവശ്യം വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ടെലിഗ്രാഫിൻ്റെ കാര്യം പറഞ്ഞപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ട കാര്യം, ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ടെലിഗ്രാഫ് വന്നത് 1851 ഫസ്റ്റ് ടെലിഗ്രാഫ് സെറ്റപ്പ് ചെയ്തത് 1851. ഓക്കെ, 1851 ടെലിഗ്രാഫ് വന്നെങ്കിൽ തന്നെ ഇത് ട്രാൻസ് ഇന്ത്യ ടെലിഗ്രാഫ് ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് അവർ 1854. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും, ടെലിഗ്രാഫ് ഫസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അത് ഇൻവെന്റ് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തത് ആരാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പേര് തന്നെയാണ്, മോർസ് കോഡ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സാമ്യുവൽ മോർസ് പുള്ളിക്കാരൻ തന്നെയാണ് ടെലിഗ്രാഫിന്റെ ഇൻവെൻഷൻ ചെയ്തത്. അതുകൂടാതെ എന്താണ് മോർസ് കോഡിന്റെയും ഇൻവെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരനാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു കാര്യം അറിയേണ്ടതുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇത് എപ്പോഴാണ് നിർത്തിച്ചത് ടെലിഗ്രാഫ്. ഇതിപ്പോൾ നമുക്ക് സർവീസ് ഇല്ല, ടെലിഗ്രാഫ് എന്ന് പറയുന്ന സർവീസ് ഇല്ല, ടെലിഗ്രാഫ് ഇല്ല. നമ്മൾ ടെലിഗ്രാം മാത്രം കേട്ടിട്ടുണ്ട്, എന്താണ് നിങ്ങൾക്ക് അറിയാം, വാട്സാപ്പ് പോലത്തെ ഒരു സാധനമാണ് ടെലിഗ്രാം അല്ലേ. അതല്ല, ടെലിഗ്രാഫ് എന്താണ്, അതിപ്പോൾ ഇന്ത്യയിലില്ല. അത് എപ്പോഴാണ് നിർത്തിയെന്ന് വെച്ചാൽ 2013 നിർത്തിയത്. 2013 നിർത്തി. ലാസ്റ്റ് ടെലിഗ്രാഫ് അയച്ചത് അശ്വിനി മിശ്ര അയച്ചത് ആർക്കാണ്, രാഹുൽ ഗാന്ധിക്ക് അയച്ചതാണ് ലാസ്റ്റ് ടെലിഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ചില ഡീറ്റെയിൽസ് ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം. കാരണം ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതിപ്പം പുതിയ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങൾക്ക്. അഥവാ എക്സാമിനറിന് നിങ്ങളെ ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി വെക്കണം. അത് നല്ല ശീലമാണ്, തെറ്റൊന്നുമില്ല അത് ചെയ്യണേൽ. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ ഒരു നമ്മളെന്താണ് ഈ ഇതിൻ്റെ PPT ഇത് ഫുൾ നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ഞാൻ നമ്മളെ ആപ്പിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് മിസ് ഔട്ട് ആവുമെന്നൊന്നും നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ. ബട്ട് ക്ലാസ്സിൽ നിങ്ങൾക്ക് എനിക്ക് അപ്പോഴും ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ക്ലാസ്സിൽ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താണ് നോട്ട്ബുക്ക് വെച്ച് വയ്ക്കുക. കാരണം നമ്മൾ
എഴുതിയെടുക്കണം. എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ ഞാൻ പറയുമ്പോൾ അതിനെ എഴുതിയെടുത്താലേ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ബെനിഫിഷ്യൽ ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2023 എന്താണെന്ന് അറിയണം. അപ്ഡേറ്റ് ലോസ് ടു കറന്റ് ടെക്നോളജി. പുതിയ ടെക്നോളജീസ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ട് ലോസിനെയും കൂടെ എന്താണ് സിങ്ക്രണൈസ് ചെയ്യണം, അല്ലേ, അപ്ഡേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയാണ്. പിന്നെ ഇന്ത്യയുടെ 5G റോൾ ഔട്ട് ചെയ്യാൻ പോകണം ഇന്ത്യ, അല്ലേ, റോൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെയും കൂടെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ എൻഷ്യൂർ എഫിഷ്യൻറ്റ് സ്പെക്ട്രം യൂട്ടിലൈസേഷൻ. ഓവറോൾ സ്പെക്ട്രമിനെ പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ലോന്റെ ആവശ്യമുണ്ട്. അതുകൂടാതെ എന്താണ് എമർജിങ് ഇഷ്യൂസ് ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ, സെക്യൂരിറ്റി ആൻഡ് സർവീസസ്. ഓക്കെ, സർവീസിലും കുറേ ലക്കുനാസ് ഉണ്ട്. ലക്കുന എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോർട്ട് കമ്മിങ്സ്. അതുകൊണ്ട് അത് കൂടാതെ എന്താണ് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്, അല്ലേ, ഫോൺ ടാപ്പിംഗ്, ഫോൺ ഹാക്കിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. അതെല്ലാം അതിന് ഡീൽ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ സാധനം നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു ജനറൽ ആയിട്ട് നോക്കി വെച്ചിരുന്നാൽ അത് എന്താണ് പ്രൊവൈഡ്സ് ഓത്തറൈസേഷൻ ഫോർ ടെലികോം ആക്ടിവിറ്റീസ് ആൻഡ് അസൈൻ സ്പെക്ട്രം. പിന്നെ പ്രിസ്ക്രൈബ്സ് പ്രൊസീജിയേഴ്സ് ആൻഡ് സേഫ് ഗാർഡ്സ് ഫോർ ഇന്റർസെപ്ഷൻ. ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഗൈഡ് ലൈൻസ് ഉണ്ടോ അതൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ആസ് പെർ ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യമാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച സ്ഥിതിക്ക് നമുക്ക് എന്താണ്, നമുക്കിത് എത്രത്തോളം ഓർമ്മയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയിട്ടെടുക്കാം. സോറി. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2023 എനക്റ്റഡ് ബൈ ദ ഇന്ത്യൻ പാർലമെന്റ്. എന്താണ്, പോസ്റ്റൽ സർവീസ് റെഗുലേറ്റ് ചെയ്യാനാണോ, അതോ അഡ്രസ്സിംഗ് ഇഷ്യൂസ് റിലേറ്റഡ് ടു മാരിടൈം കമ്മ്യൂണിക്കേഷൻ, സപ്പോർട്ടിംഗ് ഇന്ത്യസ് 5G റോൾ ഔട്ട് ആൻഡ് അപ്ഡേറ്റിംഗ് ലോസ് റിലേറ്റഡ് ടു ടെലികമ്മ്യൂണിക്കേഷൻ, മാനേജിംഗ് ദ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ്, അല്ലെങ്കിൽ എൻഷുറിംഗ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റെയിൽവേ കമ്മ്യൂണിക്കേഷൻ? നിങ്ങൾക്ക് അറിയാം എന്താണ്, സിമ്പിളാണ്. എന്താണ്, നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ പോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് ആലോചിക്കുക, കമന്റ് ചെയ്ത് പറയുക. അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ആൻസർ. സി ആണ്. സോറി മാറിപ്പോയി. ഓക്കെ, സി ആണ് ആൻസർ. എന്താണ്, സപ്പോർട്ടിംഗ് ഇന്ത്യസ് 5G റോൾ ഔട്ട് ആൻഡ് അപ്ഡേറ്റിംഗ് ലോസ് റിലേറ്റഡ് ടു എന്താണ് ടെലികമ്മ്യൂണിക്കേഷൻ. അതാണ് നിങ്ങളെ ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം. നെക്സ്റ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. എന്താണ്, ഗവൺമെന്റ് കീപ്സ് എന്താണ് ഇവിടെ പറഞ്ഞിട്ട്, ഗവൺമെന്റ് കീപ്സ് എ ക്ലോസ് വാച്ച് ഓൺ സിറ്റുവേഷൻ ഇൻ റെഡ് സീ സേസ് സോനോവൽ. സോനോവൽ നമ്മൾ ആരാണ്, സർബാനന്ദ് സോനോവൽ. ഓക്കെ, പുള്ളിക്കാരൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമ്മളെ റെഡ് സീ റീജിയനിൽ നമ്മൾ ഗവൺമെന്റ് ആ സിറ്റുവേഷൻ്റെ ഡെവലപ്മെന്റ് വളരെ ക്ലോസ് ആയിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ റീജിയനെ കുറിച്ച് അറിയണം. പിന്നെ വേറെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ന്യൂസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ന്യൂസിൽ മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ് ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ. ഓക്കെ, ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. നമ്മളിപ്പം നിങ്ങൾക്കറിയാം ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ആരാണ്, ചൈനയുടെ. അതേപോലെ തന്നെ ഇത് ഒരു ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ട്രേഡിന് വേണ്ടി ഒരു റൂട്ടുണ്ട്. ഓക്കെ, അതാണ് ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ. അത് ഇന്ത്യയും റഷ്യയായിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ത്യയുടെ യാതൊരു ഭാഗവും റഷ്യയുടെ യാതൊരു ഭാഗമായിട്ടാണെന്ന് ഇന്ത്യയുടെ ചെന്നൈനെ റഷ്യയുടെ വ്ളാഡിവോസ്റ്റോക്കിന് ആയിട്ട് കണക്ട് ചെയ്യാണ്. വ്ളാഡിവോസ്റ്റോക്ക്. ഓക്കെ, റഷ്യ നിങ്ങൾക്ക് അറിയാമായിരിക്കും, റഷ്യ ഇങ്ങനെ വന്നിട്ട് ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. ഇവിടെയാണ് വ്ളാഡിവോസ്റ്റോക്ക് വരുന്നത്. പിന്നെ ഇവിടെ അലാസ്ക അങ്ങനത്തെ റീജിയൻ വരും. ഓക്കെ, അപ്പോൾ ആ ഒരു കോർണറിലാണ് ഇതുള്ളത്. പിന്നെ ഇന്ത്യ ഇവിടെയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു റൂട്ട്. ഓക്കെ, ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിട്ട് കുറച്ച് കൺട്രീസൊക്കെ ഉണ്ട്, ഇന്തോനേഷ്യ ഇതൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് നമ്മൾ ജപ്പാൻ. ഇത്ര വലുതല്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വ്ളാഡിവോസ്റ്റോക്ക് ഈ കോർണറിലാണ്. വ്ളാഡിവോസ്റ്റോക്കിൽ കുറച്ച് കാലം മുമ്പ് തന്നെ റഷ്യ എന്താണ് ഒരു മീറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, ഫാർ ഈസ്റ്റേൺ റഷ്യ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ. അതിലെന്താണ് അവിടെ കുറേ മിനറൽസ് ഒക്കെ ഉണ്ട്. അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേൾഡിലുള്ള എല്ലാ ഇക്കണോമിക്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്. വ്ളാഡിവോസ്റ്റോക്കിനെ അവർ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുകയാണ്. അതിനുവേണ്ടി ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് ഇന്ത്യയിലെ ഒരു ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ. അപ്പോൾ ഇതെന്തിൻ്റെ പാർട്ടാണെന്ന് വെച്ചാൽ സാഗർമാല മാരിടൈം പ്രോഗ്രാമിൻ്റെ പാർട്ടാണ്. ഇന്ത്യയുടെ സാഗർമാല പ്രൊജക്റ്റ് ഉണ്ട്, അതിൻ്റെ പാർട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു കാര്യം വിട്ടുപോയി പറയാൻ. എന്താണ് സോനോവൽ, സർബാനന്ദ് സോനോവൽ ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മിനിസ്റ്റർ ഇൻചാർജ് ഓഫ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്, അതാണ് സർബാനന്ദ് സോനോവൽ. അത് കൂടാതെ ആയുഷ് എന്ന് പറയുന്ന മിനിസ്ട്രിയുടെയും ഇൻചാർജ് ആണ് ആര്, സർബാനന്ദ് സോനോവൽ എന്താണ് രണ്ട് മിനിസ്ട്രിയുടെ ഇൻചാർജാണ്. അതൊക്കെയാണ് മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ്, പോർട്ട് ആൻഡ് വാട്ടർവേസ്. അതുകൂടാതെ ആയുഷിന്റെ ഇൻചാർജാണ് ആര്, സർബാനന്ദ് സോനോവൽ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യം നമ്മൾ നോക്കിയല്ലോ. അടുത്ത് ഇതിന്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ഇതിൽ എയിംസ് ടു എൻഹാൻസ് ഇന്ത്യസ് ലോജിസ്റ്റിക് സെക്ടർ. ഇന്ത്യയുടെ ലോജിസ്റ്റിക് സെക്ടറിനെ എൻഹാൻസ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ചെന്നൈയിൽ നിന്ന് ഈ ഒരു വലിയൊരു ട്രേഡ് റൂട്ട് ബിൽഡ് ചെയ്യുമ്പോൾ അവിടെ ലോജിസ്റ്റിക്സ് ഒരുപാട് ഉണ്ടാവണം. ഗോഡൗൺസ്, നമ്മൾ കണ്ടെയ്നർ വന്നാൽ അവിടെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി. അതുമാത്രമല്ല ഷിപ്സ് ഡോക്ക് ചെയ്യുമ്പോൾ അതിനൊരു 5 ദിവസമോ 10 ദിവസമോ അവിടെ നിർത്തണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി, അവിടുത്തെ പേഴ്സണൽസിന്റെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനുള്ള
ഫെസിലിറ്റി ഇതെല്ലാം ഉണ്ടാവണം, ലോജിസ്റ്റിക്സ് ഉണ്ടാവണം. അവിടെ നിന്ന് ഇപ്പം പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ അതർ ഏരിയാസിൽ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി, ലൈക്ക് ചെന്നൈ പോർട്ടിൽ എത്തി. ഓക്കെ, ഇതിപ്പം ചെന്നൈ പോർട്ടിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ റിക്വയർമെന്റ് മഹാരാഷ്ട്രയിലാണെന്ന് വെച്ചോ, എന്നാൽ നമുക്ക് ഇവിടെ മഹാരാഷ്ട്രയിൽ എത്തണ്ടേ? അപ്പോൾ അതൊക്കെ എന്താണ് ലോജിസ്റ്റിക് ആണ്. ഒന്നീ റെയിൽവേ അല്ലെങ്കിൽ എയർവേസ് അല്ലെങ്കിൽ വാട്ടർവേ ഇല്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനത്തെ കുറേ ഫെസിലിറ്റി, റോഡ് വേസ്, ഇതിൻ്റെ ത്രൂ അവിടെ എത്തിക്കുക. അത് എങ്ങനെ ചെയ്യണം, ആ ലോജിസ്റ്റിക് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കോൺസെപ്റ്റ് ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ എന്ന് പറയുന്നത്. അത് വെറും ഓഷ്യൻ്റെ മാത്രമല്ല, ലാൻഡിലുള്ള റിക്വയർമെന്റ്സും മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു കാര്യമുണ്ട്. പിന്നെ ഇതിൽ എക്സ്പെക്റ്റഡ് ടു ഇൻക്രീസ് ചെന്നൈ എന്നിട്ട് ഇൻക്രീസ് അല്ല, ചെന്നൈയും വ്ളാഡിവോസ്റ്റോക്കിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെ 40% കൊണ്ട് കുറയ്ക്കാൻ വേണ്ടി, ഓക്കെ, ആ ഒരു സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇത് പാസ് ഇവിടെ കൂടെ ചെയ്യുമെന്ന് വെച്ചാൽ എന്താണ്, സീ ഓഫ് ജപ്പാനിൽ പോവും, പിന്നെ സൗത്ത് ചൈന സീ, പിന്നെ മലക്ക സ്ട്രേറ്റ്, സൗത്ത് ചൈന സീ എന്നിട്ട് ജപ്പാൻ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോവുകയാണെങ്കിൽ ഇവിടെ റഷ്യയാണെന്ന് വെച്ചാൽ ഇവിടെ റഷ്യയാണ്, ഇത് ജപ്പാനാണ്. ഇവിടെ ജപ്പാൻ സീ ഓഫ് ജപ്പാൻ ഉണ്ട്, പിന്നെ സൗത്ത് ചൈന സീ. അപ്പോൾ ഇന്ത്യയുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇന്തോനേഷ്യയുടെ ഇവിടെ കൂടെ ഇങ്ങനെ ഒരു റീജിയനിൽ പോകും. അപ്പോൾ സ്ട്രേറ്റ് ഓഫ് മലക്ക ഇവിടെ വരും. ഓക്കെ, അങ്ങനെ പോയിട്ട് പിന്നെ ഈ സൗത്ത് ചൈന സീ, പിന്നെ സീ ഓഫ് ജപ്പാനും കൂടെ പോയിട്ട് പിന്നെയാണ് നമ്മൾ ഇവിടെ പോകണം വ്ളാഡിവോസ്റ്റോക്കിൽ. ഓക്കെ, അപ്പോൾ അതാണ് മാപ്പ് റഫ് ആയിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിഞ്ഞൂടാ. പക്ഷേ നിങ്ങൾ ഒരു മാപ്പ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോഴൊരു അത്യാവശ്യം നല്ല ഉദ്ദേശം കിട്ടും. പിന്നെ അടുത്ത ഇത് ബേ ഓഫ് ബംഗാളിൽ റീച്ച് ചെയ്യും, പിന്നെ ക്രോസസ് ദ അണ്ടമാൻ നിക്കോബാർ ആർക്കിയോപെലാഗ് ടു റീച്ച് ചെന്നൈ. അങ്ങനെയാണ് ആ ഒരു റൂട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ട്രേഡിൻ്റെ ഒരു റിലേഷന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്താണ് ലൊക്കേഷൻ? ഓക്കെ, ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൊക്കേഷൻ. അപ്പോൾ ഞാനൊരു കോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ലൊക്കേഷൻ മനസ്സിലാക്കുക. എന്തിനാണ്? റെഡ് സീ. ഇവിടെ നമ്മൾ ന്യൂസ് കണ്ടത് എന്താണ്, റെഡ് സീ റീജിയനിലുള്ള ഡെവലപ്മെന്റ്സിനെ ഗവൺമെന്റ് ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഞാൻ കുറച്ച് കോൺസെപ്റ്റ് പറഞ്ഞുതരാം. നമ്മളെ സ്വിസ് കനാലിൽ 1856-58 ആ സമയത്ത് ഓപ്പൺ ആയതാണ്. ബേസിക്കലി അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ നോർമലി ഇന്ത്യയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ താഴെ ആഫ്രിക്കയുടെ താഴെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഉണ്ട്. ഇത് ആഫ്രിക്കൻ കോണ്ടിനെന്റ് ആണെന്ന് വെച്ചോ. ഓക്കെ, ഇത് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇന്ത്യ ട്രേഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു, ഈ റൂട്ടിൽ കൂടെ പോയിട്ടാണ് നമ്മളെ ഈ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രിയിൽ പോകുമായിരുന്നു. എന്ന് വെച്ചാൽ ഇത്രയും കറങ്ങി പോകേണ്ടി വരുമായിരുന്നു. ബട്ട് ഈ നമ്മൾ ഇവിടെയാണ് നമ്മൾ എന്താണ് റെഡ് സീ. ഓക്കെ, റെഡ് സീ. അപ്പോൾ പിന്നീട് എന്തായി, ഈ റീജിയനിൽ കൂടെ സ്വിസ് കനാലിന്റെ ത്രൂ അവർ യൂറോപ്പിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനായി. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് ഡിസ്റ്റൻസും പിന്നെ നമ്മളെ ഫ്യൂവലും എനർജി എല്ലാം കൺസംഷന് കുറഞ്ഞു. അങ്ങനത്തെ ഒരു വന്നതാണ് നമ്മൾ എന്താണ് സ്വിസ് കനാൽ. ബട്ട് അതെന്താണ് ഈജിപ്തിന്റെ കൺട്രോളിലാണ്. നിങ്ങൾക്ക് കാണാം ഇമേജിൽ, ഈജിപ്തിന്റെ കൺട്രോളിലാണ്. എന്നിട്ട് സെനൈ പെനിൻസുല അടുത്താണുള്ളത് ഈ റീജിയനിൽ. എന്താണ് സെനൈ പെനിൻസുല. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്ത് കാണിക്കാം, ഒരു സെക്കൻഡ്. സോറി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ എന്താണ് ഈ റീജിയൻ. ഓക്കെ, 1 സെക്കൻഡ്. ഈ റീജിയൻ എന്താണ് ഗൾഫ് ഓഫ് സ്വിസ്. ഓക്കെ, ഗൾഫ് ഓഫ് സ്വിസ്. പിന്നെ ഇവിടെ ഉള്ളത് അതിൻ്റെ അടുത്തുള്ളതാണ് ഈ നമ്മളെന്താണ് ഇവിടെ ഇസ്രായേലിൽ ഇപ്പോൾ ഇഷ്യൂ നടക്കുന്നത്. എന്നിട്ട് ജോർഡൻ, ഇതിൻ്റെ ഇടയിലാണ് ഗൾഫ് ഓഫ് അക്കാബ ഉള്ളത്. അക്കാബ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കണം. ഈ ഗൾഫ് ഓഫ് അക്കാബ എവിടെയാണ്, ഗൾഫ് ഓഫ് സ്വിസ് എവിടെയാണ്, സ്വിസ് കനാൽ ഇവിടെ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ആസ്പെക്ട് നമ്മൾ അറിയണം. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈജിപ്റ്റ്. അപ്പോൾ ഈജിപ്തിന് ഏതെങ്കിലും ഒരു കൺട്രിയുടെ കലിപ്പായ അവിടെ നിന്ന് ട്രേഡ് നടക്കത്തില്ല. കാരണം അത് ചെറിയൊരു സ്പേസ് ആണ്, അവർക്ക് ഈസിലി തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇതാണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ സ്വിസ് കനാൽ ആർട്ടിഫിഷ്യലി ബിൽട്ട് ആണ്, അതുകൊണ്ട് നാച്ചുറൽ അല്ല. അപ്പോൾ ഇവർക്ക് അതിനെ കൺട്രോൾ ഈസിലി ചെയ്യാം. ഓക്കെ, അതൊരു ഫാക്ടറാണ്. പിന്നെ നമ്മൾ ഇനിയിപ്പം മാപ്പ് നോക്കുന്ന സ്ഥിതിക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണ്, റെഡ് സീയുടെ സറൗണ്ടിങ് ആയിട്ടുള്ള കൺട്രീസ് ഏതാണ്? എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ആർ നോട്ട് അഡ്ജസന്റ് ടു റെഡ് സീ, അല്ലെങ്കിൽ വിച്ച് അമംഗ് ദ ഫോളോയിങ് കൺട്രി ഈസ് അഡ്ജസന്റ് ടു റെഡ് സീ എന്ന് ചോദിച്ചാൽ അവർ പേരുകൾ പറയും. അപ്പോഴേ നമുക്ക് അറിഞ്ഞിരിക്കണം ഏത് കൺട്രി ആണെന്ന്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ഫസ്റ്റ് ഇവിടെ സൗദി അറേബ്യ. ഫസ്റ്റ് നമ്മളെ സൗദി അറേബ്യ ഉണ്ട്. പിന്നെ ഏതാണ്? സൗദി അറേബ്യ, ഈജിപ്റ്റ്. ഓക്കെ, ഈജിപ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ സുഡാൻ, എർത്രിയ. ഓക്കെ, പിന്നെ ഇത്തോപ്യ വരണില്ല, എർത്രിയ ഉണ്ട്. പിന്നെ സൊമാലിയ വരണുണ്ട്. ഓക്കെ, സൊമാലിയ വരണില്ല, മൈ മിസ്റ്റേക്ക്. ഡിജിബോട്ടി, ഈ റീജൻ ഇത് ഇവിടെ വരണുണ്ട് ഡിജിബോട്ടി. പിന്നെ യമൻ. ഓക്കെ, ഇത്രയും കൺട്രീസ് ആണ്. അപ്പോൾ ഡെസി എന്ന് പറയുന്നതാണ് നമ്മളെ ഷോർട്ട് കോഡ്. ഡെസി എന്ന് പറഞ്ഞാൽ DESSEY. ഓക്കെ, ഡെസി എന്ന് പറഞ്ഞാൽ എന്താണ്? D4 എന്താണ്? ഡിജിബോട്ടി. ഓക്കെ, അടുത്ത് E4 നിങ്ങൾക്ക് അറിയാം ഈജിപ്റ്റ് ആണ്. S എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ പിടിച്ചോ. സെക്കൻഡ് സുഡാൻ,
പിന്നെ ഈ അടുത്ത് എർത്രിയ, പിന്നെ വൈ എന്ന് പറഞ്ഞാൽ യമൻ, ഡെസി എന്ന് പറഞ്ഞാൽ ഈ കോഡ് പഠിച്ചു വെക്കുക. എന്താണ് റെഡ് സീ ഇൻ ഡേസി, ഡേസി എന്ന് പറഞ്ഞാൽ ഡേസി ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ആ സ്പെല്ലിംഗ് വ്യത്യാസമാണ് എന്നാലും റെഡ് സീ ഈസ് ഇൻ ഡേസി എന്നുള്ള രീതിയിൽ ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഈ റീജിയനിലുള്ള കൺട്രീസ് നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോറി. അപ്പോൾ ആ ഒരു ആസ്പെക്ട് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? ഈ മാപ്പ് നമ്മൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കുക. ഇങ്ങനെ മാപ്പൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത് ഇതിന്റെ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ കണക്ടിങ് ചെന്നൈ, ഇന്ത്യ ആൻഡ് വ്ളാഡിവോസ്റ്റോക്ക്? ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ബൂസ്റ്റിംഗ് ടൂറിസം അലോങ് ദ ബേ ഓഫ് ബംഗാൾ. അത് നമ്മൾ ടൂറിസത്തിനെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. ഓക്കെ, എൻഹാൻസിങ് ഇന്ത്യസ് ലോജിസ്റ്റിക് സെക്ടർ ആൻഡ് റെഡ്യൂസിങ് ട്രാൻസ്പോർട്ടേഷൻ ടൈം. ഇതാണ് നിങ്ങളെ കറക്റ്റ് ആൻസർ. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക, എങ്ങനെ എലിമിനേറ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഫ്രഷ് ആണ് നിങ്ങളുടെ മൈൻഡിൽ, പക്ഷേ എക്സാമിൽ ആ ഫ്രഷ്നെസ് ഉണ്ടാവണമെന്നില്ല അല്ലേ? നിങ്ങൾക്ക് ഓർമ്മ വരണമെന്നില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. കീവേഡ്സ് വെച്ച് അസോസിയേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താണ് നമ്മൾ ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ, ഈ ഒരു കോറിഡോർ ഇത് പഠിച്ച് ഇങ്ങനെ ഒരു ഷോർട്ട് ആയിട്ട് ഞാൻ ഷോർട്ട് നോട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പർപ്പസ് എന്താണ് പറയേണ്ടത്? എയിം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്താൽ എന്താണ്? ലോജിസ്റ്റിക്സ് എന്നിട്ട് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ മൊത്തം എഴുതണമെന്നില്ല. ട്രാൻസ് എന്ന് പറഞ്ഞാൽ എഴുതിയാൽ നിങ്ങൾക്ക് ഓർമ്മ ഇരിക്കുമെങ്കിൽ അങ്ങനെ എഴുതുക. അങ്ങനെ ഷോർട്ടായിട്ട് എഴുതി നിങ്ങൾ ഓർമ്മിക്കുക. പിന്നെ റൂട്ട് നോക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്? അണ്ടമാൻ ആൻഡ് നിക്കോബാർ എന്ന് പോയിട്ട് നിക്കോബാർ, പിന്നെ നമുക്ക് മലക്ക സ്റ്റേറ്റ് മലക്ക, പിന്നെ എന്താണ് സൗത്ത് ചൈന സീ, പിന്നെ സീ ഓഫ് ജപ്പാൻ. ഇത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ റൂട്ട് അങ്ങനെ പഠിക്കുക. ഇങ്ങനത്തെ ഷോർട്ട് കോഡ്സ് വെച്ച് നിങ്ങൾ എഴുതി വെക്കുക. എന്നാലേ നിങ്ങൾക്ക് എന്താണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇതൊക്കെ റീകളക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പം ഓർമ്മിച്ച് വെക്കുക. കുറേ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ എല്ലാം ഒന്നും നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റൂല. ഓക്കെ, അതുകൊണ്ട് ഇത്ര റിവൈസ് ചെയ്യേണ്ടത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് എപ്പോഴും ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി എന്നെ ഫ്രീക്വൻ്റ്ലി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, എക്സാമിന് ഒരുപാട് ലാഗ് ആയിപ്പോകും. ഓക്കെ, അതുകൊണ്ട് അത് ഓർമ്മിക്കുക. ഇത് അടുത്ത ന്യൂസ് വളരെ ഇമ്പോർട്ടൻറ്റും ഇൻട്രസ്റ്റിംഗും ആണ്. ഓക്കെ, ഇതിലൊരു പേര് നമുക്ക് പഠിക്കാൻ കിട്ടും. എന്താണ്? ഒഡീസ ടു സെറ്റ് അപ്പ് മെലനിസ്റ്റിക് ടൈഗർ സഫാരി, ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ ദ വേൾഡിലുള്ള ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ അറിയണം എന്താണ് സംഭവം. കാരണം നമ്മൾ എക്സാമിനൊക്കെ അതൊക്കെ ചോദിക്കും അല്ലേ? ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്, ടോളസ്റ്റ്, ലോവസ്റ്റ്, സ്മോളസ്റ്റ്, ലാർജസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം? പഠിക്കണം. നിങ്ങൾക്കറിയാം മെലനിൻ നമ്മളെ സ്കിൻ ടോണിനെ എഫക്ട് ചെയ്യണതാണ്. മെലനിന് സ്കിൻ ടോണിനെ എഫക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഈ കളേഴ്സ് ഡാർക്കനിങ് ആവും. ആ മെലനിൻ്റെ ഒരു എഫക്റ്റ് ആണ്. എന്താണ്? ഡാർക്കനിങ് ഓഫ് ദ സ്കിൻ. നിങ്ങൾക്കറിയാം നമ്മളെ ഈ ഇക്വട്ടോറിയൽ റീജിയനിൽ മെലനിൻ ഉള്ളതുകൊണ്ട് നമ്മളെ സ്കിൻ ഡാർക്കൻ ആവും. അതുകൊണ്ട് അതിൻ്റെ കാരണം എന്താണ്? ഇപ്പം ഭയങ്കരമായിട്ട് ഹീറ്റ് ഉണ്ടെങ്കിൽ ഈ ഇക്വട്ടോറിയൽ റീജിയൻ ആൾക്കാർ എന്താണ്? അഡോപ്റ്റഡ് ആണ്. എന്തിനു വേണ്ടി? ഇങ്ങനെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ വേരിയേഷൻ വരുമ്പോൾ നമ്മളെ സ്കിൻ ഡാർക്കായിട്ട് നമുക്ക് ആ സൺഡേ റേസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഈ റീജിയനിലുള്ള ആൾക്കാർക്ക് കൂടുതൽ സ്കിൻ ക്യാൻസർ വരാൻ സാധ്യത കുറവാണ്. കാരണം മെലനിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ മെലനിൻ്റെ എക്സസീവ് ആകുമ്പോൾ നമ്മൾ ബ്ലാക്ക് ഒന്നി ഹെയർ അല്ലെങ്കിൽ സ്കിന്ന് ബ്ലാക്ക് ആവാൻ തുടങ്ങും. അതേസമയം ഫോറിനേഴ്സ് നിങ്ങൾ കണ്ടിട്ട് യൂറോപ്യൻസ് അവരുടെ സ്കിന്നിൽ മെലാനിൻ്റെ ഒരുപാട് കുറവാണ്. അതാണ് ഇത്രയും വെളുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ സൺറൈസ് ഒക്കെ അടിക്കുമ്പോൾ എന്താണ് പറ്റുന്നത്? അവർക്ക് സ്കിൻ ക്യാൻസർ ഒക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് മെലാനിസ്റ്റിക് ടൈഗർ സഫാരി എന്ന് പറയുന്നത്? ബേസിക്കലി ഈ ഇമേജ് നോക്കുക. ഈ ഇമേജിൽ ഈ ടൈഗർ കണ്ടോ നിങ്ങൾ? ഒരുപാട് അതിൻ്റെ സ്ട്രൈപ്സ് ഒരുപാട് ഡാർക്കൻഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര കറുപ്പായിട്ട് ഇരിപ്പുണ്ട്. ആ കറുപ്പ് കാരണം എന്താണ്? മെലനിൻ്റെ എക്സസീവ്നെസ് ആണ്. അപ്പോൾ ഈ ടൈഗർ സഫാരി ബേസിക്കലി അങ്ങനത്തെ റീജിയനിൽ കൂടെയാണ് പോകുന്നത്. ഇങ്ങനത്തെ ടൈഗേഴ്സ് ഉള്ള റീജിയനിൽ കൂടെ ആണ് പോകുന്നത്. അതായത് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ് വേൾഡിൽ തന്നെ. എന്താണ്? മെലനിസ്റ്റിക് ടൈഗർ സഫാരി ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് അറിയണം എവിടെയാണത്? ഒഡീസയിലാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. ഒഡീഷ. ഓക്കെ, ഒഡീഷയിലാണ് നമ്മളെ ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് അറിയേണ്ട കാര്യം ചീഫ് മിനിസ്റ്റർ ആരാണെന്ന്. ചീഫ് മിനിസ്റ്റർ നവീൻ പട്നായിക് ആണ്. ഗവർണർ രഘുബർ ദാസ് ആണ്. ഈ വർഷം മാറിയതാണ്. അതുകൊണ്ട് പഠിച്ചു വെക്കുക. ക്യാപിറ്റൽ ഭുവനേശ്വർ ആണ്. എക്സാമിന് ചോദിക്കാം കേട്ടോ ഗവർണർ ആരാണെന്ന്. അതുകൊണ്ട് അത് പഠിച്ചു വെക്കുക. അടുത്ത ന്യൂസ് എന്താണ്? സെന്റർ റിലീസസ് 3 ഡ്രഗ് റെജിമെന്റ് ഫോർ ട്രീറ്റിംഗ് ലെപ്രോസി. ലെപ്രോസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, കുഷ്ഠരോഗം എന്ന് പറയും. അത് ലെപ്രോസി ഇറാഡിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു ടാർഗറ്റ് ഉണ്ട്. വളരെ എന്താണ് ഒരു ഡിഗ്രേഡ്, നമ്മളെ ബോഡി ഡിഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ദ്രവിച്ചു പോകുന്ന ഒരു അസുഖമാണ് ലെപ്രോസിയുടെ. പക്ഷേ മെയിൻ ഇഷ്യൂ എന്താണ്? ഈ നെർവ് ഡാമേജസ് ഉണ്ടാവും. ഓക്കെ, നെർവ്സ് ഡാമേജ് ആവും. എന്നിട്ട് ഇത് കോമൺലി ഫൈൻഡ് ചെയ്യുന്നത് എത്രയാണ്? 5 തൊട്ട് 15 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർ. എന്താണ്? 5 തൊട്ട് 15 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സിൻ്റെ ഏജ് ഗ്രൂപ്പ്, 30 വയസ്സ് ആൻഡ് അബവ്
ഏജ് ഗ്രൂപ്പിലാണ് കാണപ്പെടുന്നത്. എന്നിട്ട് ഇതിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. 95% ആൾക്കാർ ഇൻഫെക്റ്റ് ആയാലും അവർക്ക് ഇത് ലെപ്രോസി ഡെവലപ്പ് ആവില്ല. എല്ലാവർക്കും ലെപ്രോസി ആയിട്ട് ആവണമെന്നില്ല, ആ ഒരു ഇഷ്യൂ വരണമെന്നില്ല. ബട്ട് ഒരു സീരിയസ് ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് നമ്മൾ എക്സാമിന് ചോദിക്കാം. എന്തായിരിക്കും അത്? റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ക്ലോസ് കോൺടാക്ട് നീഡഡ്. അങ്ങനെ കുറേ കാലം കൊണ്ട് ഒരു ഇങ്ങനെ ലെപ്രോസി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളിന് ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇത് കോസിറ്റീവ് ഏജന്റ് എന്താണ്? മൈക്കോ ബാക്ടീരിയം ലെപ്രേ ബാക്ടീരിയ ആണ് കോസിറ്റീവ് ഏജന്റ്. എക്സാമിന് ചോദിക്കാം ലെപ്രോസി ഈസ് കോസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസിറ്റീവ് ഏജന്റ്സ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ തരും എന്താണ്? വൈറസ്, ബാക്ടീരിയ, പാരസൈറ്റ്, പ്രോട്ടോസോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരും. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയണം എന്താണ് ഇത്? ഇറ്റ് ഇസ് കോസ്ഡ് ബൈ ബാക്ടീരിയ. എന്താണ് ബാക്ടീരിയയുടെ പേര്? മൈക്കോ ബാക്ടീരിയം എന്താണ്? ലെപ്രേ ബാക്ടീരിയ. ഓക്കെ, ഈ ഒരു പേര് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇന്ത്യ ലെപ്രസിയെ എലിമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ ഭാഗമായിട്ട് എന്താണ് ഇതിനെ 2030 വരെ എലിമിനേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 2030 വരെ വേൾഡിൽ നിന്ന് തന്നെ 2030 വരെ വേൾഡിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യും. പക്ഷേ ഇന്ത്യ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് പോയി. ഇന്ത്യ എന്ന് പറഞ്ഞ് ഓക്കെ വേൾഡിൽ എലിമിനേറ്റ് ചെയ്യണം, അവിടെ നിൽക്കട്ടെ, നമ്മളെ കാര്യം പറയാം. ഓക്കെ, വേൾഡിൻ്റെ കാര്യം വേറെ, നമ്മളെ കാര്യം വേറെ. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞ എന്താണ്? നിങ്ങൾ 2030 വരെ എലിമിനേറ്റ് ചെയ്യും, നമ്മൾ 2027 എലിമിനേറ്റ് ചെയ്യും. 2027 വരെ നമ്മൾ എന്താണ്? ലെപ്രോസിയെ ടോട്ടലി ഇറാഡിക്കേറ്റ് ചെയ്യും ഇന്ത്യയിൽ. അതാണ് നമ്മളെ ടാർഗറ്റ്. അതുകൂടാതെ ടാർഗറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, 2030 വരെ തന്നെ ട്യൂബർക്കുലോസിസ് എലിമിനേറ്റ് ചെയ്യണമെന്ന് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. ആര്? ഗവൺമെന്റ്, ഇത് തന്നെ നമ്മളെ UN ഒക്കെ. ഓക്കെ, ടാർഗറ്റ് ഉണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ 2030 വരെ. ബട്ട് ഇന്ത്യയുടെ ടാർഗറ്റ് എന്താണ്? 2025 ആണ്. 2025. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ ടാർഗറ്റ്സ് ഓർമ്മിച്ച് വെക്കുക. കാരണം എക്സാമിന് ഇതൊക്കെ ചോദിക്കും. എക്സാമിന് എന്ത് ചോദിക്കും? വിച്ച് ഇസ് ദ ടാർഗറ്റ് ഇയർ പ്ലേസ്ഡ് ബൈ ഇന്ത്യ ടു എലിമിനേറ്റ് സോ ആൻഡ് സോ ഡിസീസ്. അപ്പോൾ അത് കൂടാതെ അവർ ഇതും ചോദിക്കും, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഇയർ ടു എലിമിനേറ്റ് സോ ആൻഡ് സോ ഡിസീസ് ടാർഗറ്റ് ഇസ് സെറ്റ് ബൈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ. അപ്പോൾ ആ ടാർഗറ്റ് അല്ലെങ്കിൽ ആ ഇയർ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായല്ലോ ഇന്ത്യ. എന്നിട്ട് അത് മാത്രമല്ല, ഇതും കൂടെ പഠിച്ചേക്കുക. SDG 3.3 ആണ് ലെപ്രോസിയുടെ എലിമിനേഷൻ്റെ ഡേറ്റ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ലെപ്രോസി എലിമിനേഷൻ ഏതാണ്? 3.3 ആണ് ടാർഗറ്റ്. ഇവർക്ക് SDGയിൽ 17 ടാർഗറ്റ്സ് ഉണ്ട്. അതിനകത്ത് സബ് പോയിന്റ്സ് ഉണ്ട് ഒരുപാട്. ഓക്കെ, അറൌണ്ട് 169 എന്തോ ആണ്. അതിൻ്റെ നമ്പർ എനിക്ക് കറക്റ്റ് എക്സാക്ട്ലി ഓർമ്മ വരുന്നില്ല. 169 സംതിങ് ആണ്. അപ്പോൾ ആ ഒരു ആസ്പെക്ട് നിങ്ങൾ ഓർമ്മിച്ചേക്കുക. 169 സംതിങ് ഈസ് ദ SDGയുടെ. ഓക്കെ, എത്ര പോയിന്റ്സ് ഉള്ളത് നമുക്ക് എലിമിനേറ്റ് അല്ലെങ്കിൽ ടാർഗറ്റ്സ് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒരു കോൾ വന്നതാണ്, ഐ എം സോറി ഫോർ ദാറ്റ്. ഓക്കെ, അടുത്ത് ഓക്കെ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ആണ് ഇന്ന്. ഓക്കെ, അത് ഞാൻ പറയാൻ വിട്ട്, ഹാപ്പി റിപ്പബ്ലിക് ഡേ. സോറി, ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയതാണ്. ഓക്കെ, ഹാപ്പി റിപ്പബ്ലിക് ഡേ മൈ ഫ്രണ്ട്സ്. നമ്മളെ ഇന്ത്യയുടെ ചീഫ് ഗസ്റ്റ് ഫോർ റിപ്പബ്ലിക് ഡേ 2024 ആരാണെന്ന് നമുക്ക് എക്സാമിന് ചോദിക്കാം. അറിഞ്ഞിരിക്കണം ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ ഈസ് ദ ഫ്രഞ്ച് പ്രസിഡന്റ്. ഓക്കെ, ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ്. ആര്? ഫ്രഞ്ച് പ്രസിഡന്റ്. ഓക്കെ, പ്രസിഡന്റ് ഹു ഈസ് ദ ഫ്രഞ്ച് പ്രസിഡന്റ്? ഇമ്മാനുവൽ മാക്രോൺ. എന്നിട്ട് പുള്ളിക്കാരനാണ് എന്താണ് നമ്മളെ ചീഫ് ഗസ്റ്റ് അല്ലേ, നമ്മളെ ഗസ്റ്റ് ഓഫ് ഓണർ അല്ലെങ്കിൽ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഡേയുടെ. എല്ലാ വർഷവും ഏതെങ്കിലും ഒരു കൺട്രിയുടെ ഹെഡിനെ വിളിപ്പിക്കും. ഇപ്രാവശ്യം ആരാണ്? നമ്മളെ ഇമ്മാനുവൽ മാക്രോണിനെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. പിന്നെ ഈ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ പുള്ളിക്കാരൻ ജയ്പൂരിൽ എന്താണ് വിസിറ്റ് ചെയ്യാനൊക്കെ പോയായിരുന്നു. ഇന്നലെ അല്ല മിനിങ്ങാന്ന്. അപ്പോൾ ആ ഒരു ഇതിൽ ഫ്ലോയിലൊക്കെ കുറച്ച് കറങ്ങിയിട്ടൊക്കെ വന്ന ന്യൂസ് ഉണ്ട്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷെ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. ചീഫ് ഗസ്റ്റ് ഓഫ് റിപ്പബ്ലിക് ഡേ 2024 ഈസ് ഹൂം? അതാരാണ്? നമ്മളെ ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഓക്കെ, ഇത്തരം കാര്യം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുക. അടുത്ത ന്യൂസ് എന്താണ്? അടുത്ത് MOD എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇങ്സ് 1070 crore ഡീൽ ഫോർ 14 patrol vessels ഫോർ ICG എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഓക്കെ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. MOD ദാറ്റ് ഈസ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഇൻചാർജ് ആരാണ്? നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളുടെ മിക്കവർക്കും അറിയാം. എന്താണ് രക്ഷാമന്ത്രി ആരാണെന്നാണ് ചോദിക്കണത് ഞാൻ. രക്ഷാമന്ത്രി ആരാണ് ഇന്ത്യയുടെ? രാജ്നാഥ് സിംഗ് ആണ്. രാജ്നാഥ് സിംഗ്. ഓക്കെ, പണ്ട് എന്താണ് രാജാക്കന്മാരെ ഉത്തരവാദിത്തമായിരുന്നു ആ കൺട്രിയെ ഡിഫെൻഡ് ചെയ്യാനുള്ളത് അല്ലേ, രാജാക്കന്മാരെ ഉത്തരവാദിത്തമായിരുന്നു. അതേപോലെ ഇപ്പം എന്താണ് രാജ്നാഥ് സിംഗ്. ഓക്കെ,
പുള്ളിക്കാരൻ തന്നെയാണ് നമ്മളെ ഇന്ത്യ ഡിഫെൻഡ് ചെയ്യാനുള്ള മിനിസ്ട്രിയുടെ ഇൻചാർജ്. ആരാണ്? രാജ്നാഥ് സിംഗ്. അത് ഓർമ്മിച്ച് വെക്കുക. നിങ്ങൾക്ക് മിക്കവർക്കും അറിയായിരിക്കും. അറിഞ്ഞൂടാത്തവർ ഈ ഒരു ട്രിക്കിൽ ഓർമ്മിക്കുക. രാജാവായിരുന്നു പണ്ട് എന്താണ് നമ്മളെ ഡിഫെൻഡ് ചെയ്യണത്. ഇപ്പം രാജ്നാഥ് സിംഗ് ആണ് ഡിഫെൻഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആരാണ്? രാജ്നാഥ് സിംഗ്. അല്ലെങ്കിൽ രക്ഷാമന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ്. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ റെലവെന്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിൽ വേറെ കുറച്ച് ഇൻഫർമേഷൻ നമ്മൾ നോക്കേണ്ടതുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ 1070 crores കാര്യം ബാങ്കിങ് സ്റ്റുഡൻസ് പഠിച്ചാൽ മതി. SSCയിൽ അവർ ചോദിക്കില്ല എത്ര അമൗണ്ടിന്റെ ഇത് ഇൻക് ചെയ്തെന്നാണ്. ഇതിൽ 14 ഫാസ്റ്റ് പെട്രോളിംഗ് വെസൽസിന് വേണ്ടിയാണ്. ഫാസ്റ്റ് പെട്രോളിംഗ് വെസൽസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ റീജിയനിൽ, നമ്മളിപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ റീജിയനിൽ ഒരു 200 nautical miles ഉണ്ട്. അത് ഇന്ത്യയുടെ സ്പെഷ്യൽ ഇക്കണോമിക് സോണിൽ വരും. ഓക്കെ, ഈ ഒരു ഇതിൽ റീജിയൻ. അപ്പോൾ ഈ റീജിയനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫാസ്റ്റ് പെട്രോളിംഗ് വെസൽസ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ട്രേഡ് നടക്കുകയാണ് ഇന്ത്യയുടെ, അല്ലെങ്കിൽ ഇന്ത്യൻ വെസൽസ് ഒക്കെ പോവുകയാണ്, അല്ലെങ്കിൽ ഫോറിൻ വെസൽസ് എൻ്റർ ചെയ്യണമെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഇവരതാണ്. അതുകൊണ്ടാണ് ആ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 February എന്താണ് അവരെ റൈസിംഗ് ഡേ ആണ്. ഓക്കെ, 1 February 2023 എന്നാണ് ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡിന്റെ 47th റൈസിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ ഈ 2024 1 February എന്തായിരിക്കും? എത്രാമത്തെ ആയിരിക്കും? 48th ആയിരിക്കും. 48th. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴാണ് 1978 ഓഗസ്റ്റിലാണ് ഇത് കോസ്റ്റ് ഗാർഡ് ആക്ട്. ഓക്കെ, കോസ്റ്റ് ഗാർഡ് ആക്ട് 1978 അണ്ടറിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് 1971 മറ്റേ ബംഗ്ലാദേശ് വാർ ഉണ്ടായിരുന്നില്ല. അപ്പോഴേ നിങ്ങൾക്കറിയാം ഇത് ഇന്ത്യ പാകിസ്ഥാൻ അവരെന്താണ് ഈ ബംഗ്ലാദേശിന് വേണ്ടി, ഇവിടെയാണ് ബംഗ്ലാദേശ് ലൊക്കേറ്റഡ്. ഓക്കെ, ബംഗ്ലാദേശിന് വേണ്ടി അവരെ സബ്മറീൻ അയച്ചിട്ടുണ്ട്. കാസി എന്നാണ് എന്തോ പേര്. ഓക്കെ, എനിക്ക് നല്ല പേര് ഓർമ്മയില്ല. അയച്ചിട്ടുണ്ടെന്ന് ആ ഒരു ത്രെറ്റ് അല്ലേ. അവർ എപ്പോഴാണോ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാക്കാം. ഇന്ത്യ ഒബ്ലിവിയസ് ആയിരുന്നു, ഇന്ത്യക്ക് അറിഞ്ഞൂടായിരുന്നു. പിന്നീടാണ് ഇന്റലിജൻസ് കിട്ടിയത്. അപ്പോൾ ഓൾമോസ്റ്റ് എത്താറായി കഴിഞ്ഞത്. അപ്പോൾ ഇന്ത്യ അതിനെ കൗണ്ടർ ചെയ്ത് അതിനെ നശിപ്പിച്ചു കളഞ്ഞു. അഥവാ ആ സബ്മറീൻ ഇവിടെ എത്തിയിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഇവിടുത്തെ ഓപ്പറേഷൻ, പീസ് കീപ്പിംഗ് ഓപ്പറേഷന് ഫെയിൽ ആയെന്നെ. ഓക്കെ, അതുകൊണ്ട് അത്രയ്ക്കും പ്രധാനപ്പെട്ട കാര്യമാണ് കോസ്റ്റ് ഗാർഡിന്റെ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് 1978 ഇന്ത്യ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഇന്ത്യയുടെ വേൾഡിലെ 4th largest കോസ്റ്റ് ഗാർഡാണ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ നമ്പേഴ്സും സ്ട്രെങ്ത് വെച്ചിട്ട്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ ന്യൂസിൽ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, എക്സാമിന് ചോദിക്കാം. അടുത്ത ന്യൂസിലോട്ട് പോകാം നമുക്ക്. എന്താണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൽ ഇപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതിൽ അത്രയ്ക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാനില്ല. നിങ്ങൾക്ക് അത് സ്ട്രേറ്റ് ഫാക്ട്സ് ആണ്. അപ്പോൾ അതിൽ ഒരുപാട് കൂടുതലൊന്നും നോക്കാനില്ല. അതുകൊണ്ട് അതിൽ ഞാൻ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഈ ന്യൂസ് തെറ്റിപ്പോയി. ഓക്കെ, ഈ ന്യൂസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. വേറെ ഒന്നുമില്ല, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമാണ്. എന്താണ്? നാറ്റോ ടർക്കി റെക്ടിഫൈസ് സ്വീഡൻസ് നാറ്റോ മെമ്പർഷിപ്പ് ആഫ്റ്റർ മോർ ദാൻ എ ഇയേഴ്സ് ഡിലേ. ഓക്കെ, ഈ ഏകദേശം 1 വർഷത്തെ ഡിലേ. ഞാൻ പറഞ്ഞു ഫിൻലാൻഡും സ്വീഡനും അപ്ലൈ ചെയ്തതാണ്. പക്ഷേ ഫിൻലാൻഡ് മെമ്പർഷിപ്പ് അപ്രൂവ് ആയി. അങ്ങനെ വന്നിട്ട് എന്താണ്, ഫിൻലാൻഡ് ലേറ്റസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവരിപ്പോൾ എത്രാമത്തെ മെമ്പറാണ്? അവരിപ്പോൾ എത്രാമത്തെ മെമ്പറാണ്? 31st മെമ്പറാണ്. 31ാമത്തെ മെമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ, നാറ്റോ ഏതാണെന്ന് ചോദിച്ചാൽ ഫിൻലാൻഡ് ആണ്. ഓക്കെ, ഫിൻലാൻഡ്. ഇത് ഞാൻ ഇന്നലെ പഠിപ്പിച്ച കാര്യമാണ്, ഫിൻലാൻഡ്. ഓക്കെ, അപ്പോൾ ഞാൻ അത് പറഞ്ഞ് ഫിൻലാൻഡും സ്വീഡനും കൂടെ ചേർന്നാണ് നാറ്റോക്ക് വേണ്ടി മെമ്പർഷിപ്പ് അപ്ലൈ ചെയ്തത്. ബട്ട് എന്താണ്, നാറ്റോയിൽ മെമ്പർഷിപ്പ് കിട്ടിയതായിരിക്കാണ് ഫിൻലാൻഡ് മാത്രം. സ്വീഡന്റെ ഹോൾഡിലായിരുന്നു. ഹോൾഡ് ആരാണ് ചെയ്തത്? ടർക്കിയ ഹോൾഡ് ചെയ്ത്. ഇപ്പം ഇതിന് ശേഷം ഇനി അവർ ആഡ് ആവുമ്പോൾ എന്തായിരിക്കും? 32nd മെമ്പർ ആരാണ് ആവുമ്പോൾ? സ്വീഡൻ. ഓക്കെ, സ്വീഡൻ ഈസ് ദ 32nd മെമ്പർ ഓഫ് എന്താണ് നമ്മളെ നാറ്റോ ഫോഴ്സസിന്റെ 32th മെമ്പറാണ്. ഞാൻ പറഞ്ഞു ഇത് നാറ്റോ എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. 1949. എന്നിട്ട് ഇതിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താണ്? ബ്രസൽസ്, ബെൽജിയം. ഓക്കെ, ബ്രസൽസ്, ബെൽജിയം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ്? ബ്രസൽസ്, ബെൽജിയമിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടർ. ഓക്കെ, ഒരു കോൾ വന്നിരുന്നു. ഐ ആം റിയലി സോറി ഫോർ ദാറ്റ്. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സൈലന്റിൽ വെക്കാൻ പറ്റില്ല. ഇമ്പോർട്ടൻറ്റ് കോൾസ് വരും, അതുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. കുഴപ്പമില്ല. അപ്പോഴെന്താണ് 32nd മെമ്പർ ആരാവും? സ്വീഡൻ. 31st മെമ്പർ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് എൻട്രന്റ് ആരാണ്? നമ്മളെ ഫിൻലാൻഡ് ആണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്ത് ഈ നോർത്ത് കൊറിയയുടെ ഒരു AI പ്രോഗ്രാം അവർ വന്നിട്ടുണ്ട്. AI പ്രോഗ്രാം നിങ്ങൾക്കറിയാം, എല്ലാ കൺട്രീസും ചെയ്യുന്നുണ്ട്. ഇന്ത്യയും ഞാൻ പറഞ്ഞു ഇന്നലെ സാം ഓൾട്ട്മാന്റെ കഥ പറഞ്ഞു തന്നായിരുന്നു. എന്താണ് സാം ഓൾട്ട്മാന്റെ അഹങ്കാരം അല്ലേ? അപ്പോൾ ഇന്ത്യ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ഇന്ത്യ ChatGPT പോലത്തെ ഭാരത് GPT ഡെവലപ്പ് ചെയ്തു അല്ലേ? അപ്പോൾ നിങ്ങളെ ചോദ്യം ഇതാണ്, ഭാരത് GPT ഡെവലപ്പ് ചെയ്ത ഇന്ത്യയിലെ ഏത് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ കമ്പനി ഏതാണ്? ഓക്കെ, അത് നിങ്ങൾ കമന്റ് ചെയ്ത് പറയുക.
അടുത്ത് അതേപോലെ തന്നെ നോർത്ത് കൊറിയ ഇപ്പം എ ഐക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോഴത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു കൺസേണിങ് ആണെന്ന് എന്താണ് പ്രശ്നമുള്ള ഒരു കാര്യമാണ്. എന്താണ് നോർത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കൺട്രി അല്ല, തലതെറിച്ച കൺട്രിയാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം കിം യോങ് ഉൻ പുള്ളിക്കാരൻ്റെ ന്യൂസിൽ വരുന്നത്, നോർത്ത് കൊറിയ ന്യൂസ് വരുന്നത് എന്താണ്, അവർ ന്യൂക്ലിയർ വെപ്പൺസ് ടെസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ്. അല്ലാതെ കൂടുതൽ വേറെ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. നോർത്ത് കൊറിയയെ കുറിച്ച് അതേ അറിയാൻ പറ്റുള്ളൂ. ന്യൂക്ലിയർ വെപ്പൺസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ക്യാരിങ് വെസലിൽ ലോഞ്ച് ചെയ്ത് ടെസ്റ്റ് ചെയ്തു, അത് സക്സസ്ഫുൾ ആയിരുന്നു. ഇത് മാത്രമേ അറിയാവൂ. അവിടുത്തെ GDP എന്താണ്, അവിടുത്തെ ആൾക്കാരുടെ ഡെവലപ്മെന്റ് എത്രയാണ്, ഇത് ഒന്നും അറിഞ്ഞൂടാ. അവിടുത്തെ ഇന്റർണൽ സിറ്റുവേഷൻ നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കൺട്രി ഇങ്ങനത്തെ ഒരു AI ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവരെ ഹാം ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്നുള്ള ഫിയർ ആണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്കറിയേണ്ട കാര്യം എന്താണ്, പ്രസിഡന്റ് ഓഫ് നോർത്ത് കൊറിയ കിം ജോങ് യുൻ, പിന്നെ ക്യാപിറ്റൽ എന്താണ് പ്യോങ് ഗ്യാൻ, പിന്നെ കറൻസി എന്താണ് നോർത്ത് കൊറിയൻ വോൺ. ഓക്കെ, അത്തരം കാര്യങ്ങൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് റെലവെന്റ് ആണ്, അത് പഠിച്ചു വെക്കുക. അടുത്ത് ഇതൊരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഇക്കണോമിക്സിൽ റെപ്പോ റേറ്റ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. റെപ്പോ റേറ്റ് ഞാൻ വീഡിയോസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് റെപ്പോ റേറ്റ് അതും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വേരിയബിൾ റെപ്പോ റേറ്റ് ആണ്. വേരിയബിൾ റെപ്പോ റേറ്റിന്റെ പർപ്പസ് എന്താണ്, ആ സംഭവം എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം, പിന്നീട് ബാക്കി ന്യൂസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വേരിയബിൾ റെപ്പോ റേറ്റ് എന്താണ്? വേരിയബിൾ റെപ്പോ റേറ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഇപ്പൊ സപ്പോസ് ഇക്കണോമിയിൽ, നമ്മളെ ഇന്ത്യൻ ഇക്കണോമിയിൽ പൈസ ഒരുപാട് കൂടുതലുണ്ട്, ആൾക്കാരിൽ ഒരുപാട് കൂടുതലുണ്ട്. പൈസ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് അല്ലേ, കാശ് ഇങ്ങനെ പോക്കറ്റൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. എക്സാമ്പിൾ പറയാണ്, എക്സാജറേറ്റ് ചെയ്യാണ്. ബട്ട് സ്റ്റിൽ ഒരുപാട് പണമുണ്ട് നമ്മളിൽ, എന്നിട്ട് സാധനം കുറവാണ്. അപ്പോഴെന്താണ് സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്? ഇൻഫ്ലേഷൻ്റെ ഒരു സിറ്റുവേഷൻ, വിലക്കയറ്റം അല്ലേ. ജനറൽ പ്രൈസ് റൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ആൻ ഇക്കോണമി ഈസ് കോൾഡ് എന്താണ്, ഇൻഫ്ലേഷൻ. അപ്പോൾ ഇക്കോണമിയിൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ റേറ്റ് കൂടുക, അതിന് ഫാക്ടർ എന്താണ്? ഒന്നി ആ സാധനങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഷോർട്ടേജ് വരെയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇൻഫ്ലേഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ എന്താണ്, ആൾക്കാരുടെ കയ്യിൽ ഒരുപാട് കൂടുതൽ പൈസ വരികയാണെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകും. അപ്പോൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇക്കണോമിയിൽ ഒരുപാട് ലിക്വിഡിറ്റി വരികയാണ്, ഒരുപാട് പൈസ വരികയാണെങ്കിൽ എന്താണ്, അത് ഒരു ഇഷ്യൂ ആണ്, ഇൻഫ്ലേഷൻ വരും. ആ ഇൻഫ്ലേഷൻ വരികയാണെങ്കിൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. മനസ്സിലായില്ലേ? വിലക്കയറ്റം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യും, RBI പൈസ സക്ക് ഔട്ട് ചെയ്യും. ഇപ്പോൾ സപ്പോസ് ഇക്കണോമിയിൽ 1,00,000 രൂപ ഉണ്ട്. ഇക്കണോമിക്ക് അത് ചെറിയൊരു ഇക്കോണമിയാണ്, 1,00,000 രൂപ ഉണ്ട്. ഓക്കെ, ബട്ട് ആ ഇക്കണോമിയുടെ ആവശ്യം വെറും 10,000 രൂപയാണ്. ആ ഇക്കണോമിക്ക് 10,000 രൂപ മതി. എന്നിട്ട് 10,000 രൂപയുടെ സാധനം മാത്രമേ ഉള്ളൂ നമ്മളിൽ അല്ലേ. 100 യൂണിറ്റിന്റെ ഒരു സാധനം ഉണ്ട്. ഓക്കെ, 100 യൂണിറ്റിന്റെ സാധനം ഉണ്ട്. എന്നിട്ട് 10,000 രൂപ. ആ ഇത് എത്രയാണ്? 100 രൂപ വെച്ച് നമുക്ക് സാധനം വാങ്ങിക്കാനുള്ളതുണ്ട്. ഓക്കെ, 100 രൂപ വെച്ച് വാങ്ങിക്കാനുണ്ട്, കുഴപ്പമില്ല, എല്ലാവർക്കും അഫോർഡബിൾ ആണ്. ബട്ട് ആ ഇക്കണോമിയിൽ തന്നെ 1,00,000 രൂപ വരെയാണ്. ബട്ട് ഈ 100 യൂണിറ്റ് ഇപ്പോഴും 100 യൂണിറ്റ് തന്നെയാണ്. അപ്പോഴെന്ത് പറ്റും? ഈ 1,00,000 എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ സാധനം 1000 രൂപ വെച്ചാവും, 1000 റുപ്പീസ് കോസ്റ്റ്. അങ്ങനെ വരികയാണെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്ത്യയിലാണെങ്കിൽ മാക്സിമം അതാണ് അല്ലേ, പോവർട്ടി നല്ലൊരു പ്രിവലൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആയതുകൊണ്ട് എന്താണ്, ഈ ഒരു സിറ്റുവേഷനിൽ പാവപ്പെട്ട ആൾ പട്ടിണിയായി പോകും, അവർ റിവോൾട്ട് ചെയ്യും, അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലേ. കാരണം അത് ജെന്യൂൻ ആണ്, അവർക്ക് അഫോർഡബിൾ അല്ല. അപ്പർ മിഡിൽ ക്ലാസ്സും ഹയർ ക്ലാസ്സിന് മാത്രമേ അത് അഫോർഡബിൾ ആയിരിക്കും. ലോവർ മിഡിൽ ക്ലാസ് എന്നിട്ട് പോവർട്ടി സ്ട്രിക്കൺ ആൾക്കാർക്ക് ഇത് പോസിബിൾ അല്ല അഫോർഡ് ചെയ്യാൻ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്, ഇൻഫ്ലേഷൻ ആയിട്ടുള്ള സിറ്റുവേഷൻ എപ്പോഴും ഹാംഫുൾ ആയിരിക്കും പോവർട്ടി അനുഭവിക്കുന്ന ആൾക്കാർ. അപ്പോഴത്തെ സിറ്റുവേഷനെ അവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ പൈസ സക്ക് ഔട്ട് ചെയ്യണം, ലിക്വിഡിറ്റിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. വേരിയബിൾ എന്താണ് റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഷോർട്ട് ടേമിന് വേണ്ടി ഈ ഒരു അനൗൺസ്മെന്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇത്രയും തീയതി തൊട്ട് ഇത്രയും തീയതി വരെ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇത്ര ആക്കുകയാണ്, റെപ്പോ റേറ്റ് ഇങ്ങനെ ആക്കുകയാണ്. അത് വേരിയബിൾ റെപ്പോ റേറ്റ് ആണ്. ഓക്കെ, റെപ്പോ റേറ്റ് പോലെ തന്നെയാണ്, പക്ഷെ വേരിയബിൾ ആണ്. അത് മാറ്റാം, ചേഞ്ചസ് വരുത്തും. നോർമൽ റെപ്പോ റേറ്റിനായിട്ടും വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്, ടു മാനേജ് ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ്സിനെ മാനേജ് ചെയ്യുക. പിന്നെ വിഡ്രോ എക്സസ് ലിക്വിഡിറ്റി ഫ്രം ദ ബാങ്കിങ് സിസ്റ്റമിൽ ഒരുപാട് പൈസ ഉള്ളതുകൊണ്ടല്ലേ ഒരു ലോണൊക്കെ വാരി കോരി കൊടുക്കുമ്പോൾ എന്താണ് പറ്റുന്നത്, ഇക്കണോമിയിൽ ആൾക്കാരെല്ലാം ആവശ്യത്തിനധികം പൈസ വരും. അതുകൊണ്ട് അതിനെ സക്ക് ഔട്ട് ചെയ്യുക. പിന്നെ RBI ബോറോസ്, പിന്നെ മെക്കാനിസം എന്താണ്? മെക്കാനിസം സിമ്പിൾ ആണ്. RBI ബോറോസ് ഫ്രം ബാങ്ക് അറ്റ് വേരിയബിൾ റേറ്റ്സ്. ഓരോ ബാങ്കിൽ നിന്ന് അവരവരുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇതിന്റെ അനുസരിച്ച് വേരിയബിൾ റേറ്റ്സിൽ അതിനെ പർച്ചേസ് ചെയ്യുക. ആൾക്കാരും എന്താണ് ബോറോ ഈ ബാങ്കിൽ നിന്ന്. നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, എന്താണ് ഇപ്പം കടം കൊടുക്കുകയാണ്, ബാങ്ക് കടം കൊടുക്കണം. അത് ജനങ്ങൾക്ക് കൊടുക്കണോ RBIക്ക് കൊടുക്കണോ എന്ന് ചോദിച്ചാൽ ബാങ്ക് എപ്പോഴും RBI ചൂസ് ചെയ്യുള്ളൂ. ഈവൻ തോ ജനങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റിലാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് അവിടെ കൂടുതൽ ഉണ്ടാവുന്നത്. RBIയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ
RBI 6% വെച്ച് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. RBIക്ക് കടം കൊടുത്താൽ അവർ 6% ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് പലിശ കൊടുക്കും ആർക്ക്? ബാങ്കിന്. അതേസമയം ജനങ്ങൾക്ക് കൊടുത്താൽ 10% വെച്ച് കിട്ടാണ്. ബട്ട് ഒരു കാര്യമുണ്ട്, ജനങ്ങളിൽ പലരും ഡിഫോൾട്ട് ചെയ്യും. അതുകൊണ്ട് ആ ഒരു പേടിയിൽ ഇവിടെ കൊടുക്കൂല, അതേസമയം RBIക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ബാങ്കിൻ്റെ ലെൻഡിങ് അവർ ബാങ്കിന്റെ പ്രോഫിറ്റ് നിലനിൽക്കും. അപ്പോൾ ആ പൈസ എല്ലാം എന്താണ് ഇവിടെ പോകണം? RBIയിൽ. അങ്ങനെ വരുമ്പോൾ ഇക്കണോമിയിൽ പൈസ കുറയുമ്പോൾ ആ റേറ്റ് ഇങ്ങനെ പതുക്കെ താഴ്ന്നു വരും അല്ലേ? അങ്ങനെ വരുമ്പോൾ എല്ലാ സാധനത്തിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ റേറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിങ്ങനെയാണ് ഇൻഫ്ലേഷൻ അവർ കൺട്രോൾ ചെയ്യണം. ഇത് ഷോർട്ട് ടേം മെഷർ ആണ്. അപ്പോൾ ഇതിലെന്താണ് ബോറോയിങ് പീരീഡ് എത്രയാണ്? 14 to 15 days ആണ്, 56 days ആണ്. 14 to 56 days ആണ്. ആ ഒരു ബോറോയിങ് പീരീഡിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഉപയോഗം എന്താണ്? ടു ടാക്കിൾ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഡിസംബർ 2023 7 ദിവസത്തെ VRR ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എത്ര എമൗണ്ട് ആണ്? 1 trillion rupees ആണ് അവർ സക്കൗട്ട് ചെയ്തത്. $12 billion വലിയൊരു തുകയാണ് മാർക്കറ്റിൽ നിന്ന് സക്കൗട്ട് ചെയ്തത് RBI ഈ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്തരം കാര്യം നമ്മൾ അറിഞ്ഞ RBIയുടെ ഗവർണർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. RBIയുടെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. ഭയങ്കര ശക്തിയുള്ള ആള്. നമ്മൾ RBIയുടെ ഗവർണറിന് ശക്തി കൂടുതൽ വേണ്ടേ അല്ലേ? ശക്തികാന്ത ദാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് സർവന്റ് ആണ് പുള്ളിക്കാരൻ. അതുകൊണ്ട് ദാസ് ആണ്, IAS ഓഫീസർ ആണ് ശക്തികാന്ത ദാസ്. ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം. പിന്നെ അടുത്ത ന്യൂസ് എന്താണ്? ന്യൂസ് അല്ല, ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ വായിക്കുക. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് വേരിയബിൾ റെപ്പോ റേറ്റ് ഓപ്ഷൻ കണ്ടക്ടഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? ഇതിന്റെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്താണ്? സ്റ്റിമുലേറ്റ് ഇക്കണോമിക് ഗ്രോത്ത് ആണോ? മാനേജ് ലോങ് ടേം ഇൻട്രസ്റ്റ് റേറ്റ് ആണോ? ടാക്കിൾ ഇൻഫ്ലേഷൻ ആൻഡ് കൺട്രോൾ എക്സസ് ലിക്വിഡിറ്റി ആണോ? പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് ടു ബാങ്ക് ആണോ? ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് നൺ ഓഫ് ദ അബവ് ഓപ്ഷനും ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വായിച്ച് വേണം ചെയ്യാൻ. നിങ്ങൾ പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ആൻസർ ആലോചിച്ച് എന്നിട്ട് കമന്റ് ചെയ്ത് പറയുക. ഇത് നിങ്ങൾക്ക് ആൻസർ മാർക്ക് ചെയ്ത് പറയാൻ എന്താണ്? ടാക്കിൾ ഇൻഫ്ലേഷൻ ആൻഡ് കൺട്രോൾ എക്സസ് ലിക്വിഡിറ്റി. എക്സസ് ആയിട്ടുള്ള ലിക്വിഡിറ്റിയെ കൺട്രോൾ ചെയ്യാനാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾക്കറിയാം ONGC ഗെറ്റ്സ് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് അപ്രൂവൽ. മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആരാണ് ഇൻചാർജ്? ഹർദീപ് സിംഗ് പുരി. ഹർദീപ് സിംഗ് പുരിയുടെ മിനിസ്ട്രിയാണ്. അപ്രൂവൽ ടു ഫോം ഗ്രീൻ എനർജി സബ്സിഡറീസ്. ഓക്കെ. അവർക്ക് ഗ്രീൻ എനർജിക്ക് വേണ്ടിയുള്ള സബ്സിഡറി ഫോം ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ONGC എന്താണ്? അപ്രൂവ്ഡ് ഫോർ ഹോൺലി ഓൺഡ് സബ്സിഡറി ONGC ഗ്രീൻ ലിമിറ്റഡ്. എക്സാമിന് എന്ത് ചോദിക്കാം? ONGC ഗ്രീൻ ലിമിറ്റഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ദ പെർമിഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മിനിസ്ട്രി എന്ന് ചോദിക്കാം. അപ്പോൾ എന്താണ്? മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് എന്നായിരിക്കും ആൻസർ. ഹർദീപ് സിംഗ് പുരിയാണ് ഇൻചാർജ്. ഇന്നലെ ഞാൻ പറഞ്ഞ ഹർദീപ് സിംഗ് പുരി നമ്മുടെ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിന്റെ മാത്രമല്ല ഇൻചാർജ്, വേറെ ഒരു മിനിസ്ട്രി ഇൻചാർജ് ആണ്. യാത് മിനിസ്ട്രിയാണത്? മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. ഓക്കെ. ഇപ്പൊ ഞാൻ ഹർദീപ് സിംഗ് പുരിയുടെ ഞാൻ ഇന്നലെ അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല, കാരണം ഒരുപാട് ന്യൂസ് ഉണ്ടായിരുന്നു. ഇന്ന് ന്യൂസ് കാലം കുറവായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഹർദീപ് സിംഗ് പുരി എന്ന് ഓർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ അർബൺ ഏരിയാസിലാണ് പൂരി ഉണ്ടാക്കി തുടങ്ങിയത് അല്ലേ? നമ്മൾ ഡൽഹിയിലൊക്കെ പൂരി ഉണ്ടാക്കുമായിരുന്നു. അത് കണ്ടുകൊണ്ട് നമ്മൾ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ എറണാകുളത്ത് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? പൂരി ഉണ്ടാക്കാൻ തുടങ്ങി അർബൺ ഏരിയയിൽ. അപ്പോൾ ഈ അർബൺ ഏരിയയിൽ പൂരി ഉണ്ടാക്കാൻ ഇവിടെ നിന്ന് വെളിയിൽ നിന്ന് ആൾക്കാർ വന്ന് അവരെന്താണ് വീടൊക്കെ വെച്ചിട്ടാണ് അവിടെ താമസിക്കുന്നത് അർബൺ ഏരിയയിൽ. അപ്പോൾ ഈ പൂരി ഉണ്ടാക്കണമുണ്ട്. പൂരിയായിട്ട് ബന്ധപ്പെട്ടത് പിന്നെ പൂരിക്കകത്ത് നിങ്ങൾക്കറിയാം, പൂരി ഉണ്ടാക്കാൻ എന്ത് വേണം? നമുക്ക് ഓയിൽ വേണം അല്ലേ? പെട്രോളിയം വേണം. പെട്രോളിയം പ്രൊഡക്റ്റ് ആണ് ഓയിൽ. അപ്പോൾ ആ പെട്രോളിയം പ്രൊഡക്റ്റ് ഒഴിച്ച് വേണം നമുക്ക് പൂരി ഉണ്ടാക്കാൻ. അപ്പോൾ ഈ അർബൻ അഫയേഴ്സ്, ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്, ദാറ്റ് ഈസ് ഈ ഇവിടെ ആൾക്കാർ വന്നവർക്ക് ഹൗസിംഗ് ഫെസിലിറ്റി വേണം. എന്നിട്ട് അർബൻ ഏരിയയിലാണ് പൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ മാനേജ് ചെയ്യണം. അത് കൂടാതെ പെട്രോളിയം പ്രൊഡക്റ്റ് അല്ലേ? പെട്രോളിയം പ്രൊഡക്റ്റ് നിങ്ങൾക്കറിയാം എന്താണ്? ഡീപ്പ് എന്നാണ് എടുക്കുന്നത് അല്ലേ? അപ്പോൾ ഹർദീപ് സിംഗ് പുരി എന്താണ് ചെയ്തിട്ടുള്ളത്? മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. പിന്നെ അത് കൂടാതെ എന്താണ്? നമ്മൾ അർബൻ അഫയേഴ്സ് ആൻഡ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ കൂടെ ഇൻചാർജ് ആണ്. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ ട്രിക്കുകൾ ക്ലാസ്സിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്കും ഞാൻ അതിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആൻഡ് എന്താണ് നമ്മൾ ഇത് പെട്രോളിയം കണക്കാക്കും. ഡീപ്പിൽ നിന്ന് നമ്മൾ പെട്രോൾ എടുക്കുക അല്ലേ? പെട്രോൾ എടുക്കുക. അപ്പോൾ ഇതാരാണ് ഇൻചാർജ്? ഹർദീപ് സിംഗ് പുരിയാണ് ഇതിന്റെ ഇൻചാർജ്. ഓക്കെ. അപ്പോൾ പുള്ളിക്കാരൻ ഈ പെട്രോളിയം എടുത്തിട്ട് എന്ത് ചെയ്യും? പൂരി ഉണ്ടാക്കും അല്ലേ? അർബൺ ഏരിയയിൽ. ഓക്കെ. ശരി. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇതിൽ ഫോക്കസ് ഏരിയ എന്താണ്? ഗ്രീൻ ഹൈഡ്രോജൻ ബ്ലെൻഡിങ്. ഗ്രീൻ ഹൈഡ്രോജൻ ഫോക്കസ് ആണ്. ഗ്രീൻ ഹൈഡ്രോജൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോജൻ ബേസ്ഡ് ഫ്യൂവൽ എന്താണ്? ക്ലീൻ എനർജി എന്നാണ് പറയുന്നത്. ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയും. ഓക്കെ. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. പിന്നെ റിന്യൂവബിൾ എനർജി, സോലാർ, വിൻഡ്, ഹൈബ്രിഡ്,
പിന്നെ ബയോ ഫ്യൂവൽ, ബയോ ഗ്യാസ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് LNG, ഇതൊക്കെ എല്ലാം ഇതിൻ്റെ അണ്ടറിൽ വരും. പിന്നെ അപ്രൂവൽ കൊടുത്തതാണ് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ജോയിന്റ് വെഞ്ചർ വിത്ത് NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ്, അതിൻ്റെ കൂടെയാണ് ജോയിന്റ് വെഞ്ചർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. പിന്നെ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. മഹാരത്ന കമ്പനിയാണ് ONGC എന്താണ്? മഹാരത്ന കമ്പനിയാണ്, സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് മഹാരത്ന കമ്പനി എന്താണെന്നുള്ളത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞൂടാ, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ. അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. മഹാരത്ന കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടേൺ ഓവർ അല്ലെങ്കിൽ ഇയർലി കഴിഞ്ഞ 3 വർഷം 25,000 കോടി രൂപയുടെ മുകളിൽ എക്സാക്ട് നമ്പർ ഓർമ്മ വരുന്നില്ല, ഞാൻ അടുത്ത വീഡിയോയിൽ അത് കൃത്യമായിട്ട് പറയാം. ആ ഒരു അമൗണ്ടിന്റെ മുകളിൽ നിങ്ങൾക്ക് പ്രോഫിറ്റിന്റെ ഇതുണ്ടെങ്കിൽ, പ്രോഫിറ്റ് ജനറേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 5,000 കോടി വരെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അപ്രൂവൽസ് വേണ്ട. ഓക്കെ, ഗവൺമെന്റ് അപ്രൂവൽ ഇല്ലാതെ അറൌണ്ട് 5,000 crores നിങ്ങൾക്ക് 5,000 crore വരെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് അപ്രൂവൽ ഇല്ലാതെ സ്വന്തം ഇഷ്ടത്തോടെ ഇത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്ന് പറഞ്ഞാൽ ടേൺ ഓവറിന്റെ ക്രൈറ്റീരിയ ഉണ്ട്. പിന്നെ അത് മൾട്ടിനാഷണൽ കമ്പനി ആയിരിക്കണം. പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല വേറെ കൺട്രീസിലും അത് ഓപ്പറേറ്റിംഗ് ആയിരിക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമേ മഹാരത്ന സ്റ്റേറ്റസ് കൊടുക്കുള്ളൂ. വേറെ 1-2 കണ്ടീഷൻ ഉണ്ട്, അത് ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഓക്കെ, എസ്റ്റാബ്ലിഷ് ചെയ്തത് എപ്പോഴാണ്? 1956 1956 എന്ന് പറയുമ്പോൾ വേറെ ഒരു കാര്യമുണ്ട്, സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അതിന്റെ ബേസിൽ എന്താണ് നമ്മൾ ഈ ആന്ധ്രാപ്രദേശ് ഒക്കെ ഫോം ചെയ്തത് 1956 ആ ഒരു സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, ചെയർമാൻ ആൻഡ് CEO ആരാണ് ഇതിന്റെ? ONGCയുടെ അരുൺ കുമാർ സിംഗ് ആണ്. പിന്നെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ഡൽഹിയിലാണ്. ഓക്കെ, അത്ര നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എന്റെ ബേസിൽ എന്ത് ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്? എന്താണ്? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഏരിയ ഓഫ് ONGC ന്യൂലി അപ്രൂവ്ഡ് ഹോള്ളി ഓൺഡ് സബ്സിഡറി ONGC ഗ്രീൻ ലിമിറ്റഡ്? എന്താണ്? ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ, ഓഫ്ഷോർ വിൻഡ് എനർജി, കൺവെൻഷണൽ നാച്ചുറൽ എനർജി, കോൾ മൈനിങ്, ന്യൂക്ലിയർ എനർജി. ഓക്കെ, അവര് ബേസിക്കലി അതിലുള്ള ഒരു എലമെന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്താണ്? ഓഫ്ഷോർ വിൻഡ് എനർജി. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് അവരെ സബ്സിഡറി ഫോക്കസ് ചെയ്യണത്? ഓക്കെ, അപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ അല്ല, കൺവെൻഷണൽ നാച്ചുറൽ ഗ്യാസും അല്ല, കോൾ മൈനിങ് അല്ല, ന്യൂക്ലിയർ എനർജിയും അല്ല. ഇതാണ് അവരുടെ പ്രൈമറി ഫോക്കസ്. ഓക്കെ, അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത് ഓർമ്മിച്ച് വെക്കുക. ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യത, നാച്ചുറൽ ഗ്യാസ് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് പിടികിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണ്? 9th ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്തത്? ഫരീദാബാദ്, ഹരിയാനയിലാണ്. ഓക്കെ, ഇത് ലുധിയാനയിൽ വെച്ച് നടക്കാനുള്ള ഒരു സയൻസ് ഫെസ്റ്റിവൽ ആയിരുന്നു. പക്ഷെ അത് അവിടെ അവർക്ക് ലാസ്റ്റ് മൊമെന്റിൽ അത് കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു ഡിസംബറിൽ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ലുധിയാനയിൽ നടത്താൻ ഉദ്ദേശിച്ചതാണ്. എനിക്ക് തോന്നുന്നു MIT യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു അവർ കണ്ടക്ട് ചെയ്യാൻ പോയത്. പക്ഷെ അത് അവർക്ക് അവിടെ എന്തോ ലാസ്റ്റ് മൊമെന്റ് എന്തോ ഇഷ്യൂ വന്നുകൊണ്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത് ക്യാൻസൽ ചെയ്ത്. ബട്ട് അത് പിന്നീട് എന്താണ്, നമ്മൾ ഫരീദാബാദ് ഹരിയാനയിൽ അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിയേണ്ട കാര്യം വെന്യൂ എന്താണ്? വെന്യൂ ലൊക്കേഷൻ ഫരീദാബാദ് ഹരിയാന. തീം ഇമ്പോർട്ടൻ്റ് ആണ്, സയൻസ് ആൻഡ് ടെക്നോളജി പബ്ലിക് ഔട്ട്റീച്ച് ഇൻ അമൃത്കാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ 75 years കംപ്ലീറ്റ് ആയതിൻ്റെ ഒരു ഇതാണ് അമൃത്കാൽ എന്നുള്ളത് നമ്മൾ കോൺസെപ്റ്റ് പറയണത്. വെന്യൂ ഇത് ക്യാമ്പസ് എവിടെയാണ്? THSTIയിലാണ്, ട്രാൻസ്ലേഷൻ ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ വെച്ചാണ്. എന്നിട്ട് റീജിയണൽ സെന്റർ ഫോർ ബയോടെക്നോളജി, അവിടെയാണ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ എന്താണ് ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടന്നത്. എത്രാമത്തെ എഡിഷൻ ആണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് 9th edition, 9th edition ആണ് ഇപ്പം നടന്നിട്ടുള്ളത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ റെലവെന്റ് ആണ്, എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഓർഗനൈസ് ചെയ്ത മിനിസ്ട്രി ഏതെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അണ്ടറിലാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് ഇപ്പം നമ്മളോട് ചോദിക്കും മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇൻചാർജ് ആരാണെന്ന് വെച്ചാൽ ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ഓക്കെ, പുള്ളിക്കാരനാണ് ഇതിന്റെ മിനിസ്റ്റർ ഇൻചാർജ്. അതുകൊണ്ട് അതും അറിഞ്ഞിരിക്കുക. പിന്നെ ഇനോഗ്രേഷൻ ആൻഡ് ക്ലോസിംഗ് ആരാണ്? ഇതായിരിക്കണം. ജിതേന്ദ്ര സിംഗ് കൂടെ എഴുതിയിട്ടുണ്ട്, സോറി ഞാൻ വിട്ടുപോയി. ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് മിനിസ്ട്രി ഇൻചാർജ്. എന്നിട്ട് പുള്ളിക്കാരൻ തന്നെയാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ക്ലോസിംഗ് സെറമണി ആരാണ്? മനോഹർ ലാൽ ഖത്തർ ആരാണ്? ഹരിയാനയുടെ CM ആണ്. എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്? ഗവർണർ ആരാണ്? ബണ്ടാരു ദത്തത്രേയാണ്. ഓക്കെ, എന്നിട്ട് ക്യാപിറ്റൽ എന്താണ്? ചണ്ഡീഗഡ്. എന്നിട്ട് നാഷണൽ പാർക്ക് അവിടെ ഉള്ളത് കലേസാർ, എന്നിട്ട് സുൽത്താൻപൂർ. ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് നാഷണൽ പാർക്ക് ഉണ്ട്. ഇത്തരം കാര്യം മാത്രം നമ്മൾ അറിയാം. തീം മറക്കല്ല, തീം അറിഞ്ഞിരിക്കണം. എന്താണ്? സയൻസ് ആൻഡ് ടെക്നോളജി പബ്ലിക് ഔട്ട്റീച്ച് ഇൻ അമൃത്കാൽ. തീം അതാണ്, അത് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, വൺസ് അഗൈൻ. ഓക്കെ, അടുത്ത് അതിന്റെ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ.
ഇത് എവിടെ വെച്ചാണ് നടന്നതെന്നുള്ളത് സിമ്പിൾ ആണ്, നമുക്ക് എക്സാമിന് അറിയാം, ഫരീദാബാദ് വെച്ചാണ് നടന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിൽ സ്ട്രെസ് ചെയ്യുന്നില്ല. അടുത്ത് India's ACME and Japan's IHI Corporation signs pacts to supply green ammonia from India to Japan. Green ammonia ഇന്ത്യയിൽ നിന്ന് ജപ്പാനിലോട്ട് സെല് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പാക്ട് സൈൻ ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീൻ അമോണിയ എന്ന് പറയുമ്പോൾ അമോണിയ നിങ്ങൾക്കറിയാം കെമിക്കലാണ്, പക്ഷേ ഗ്രീൻ അമോണിയ എന്ന് പറയുമ്പോൾ അത് ഒരു നമ്മൾ നാച്ചുറൽ എലമെൻറ്റും കൂടെ ഉണ്ട്. അതുകൊണ്ട് എന്താണ് കുറെ കൂടെ ബെനിഫിഷ്യൽ ആണ് നമ്മളെ സോയിലിനായാലും. അത് അതിൻ്റെ കുറച്ച് ടെക്നിക്കാലിറ്റീസ് ഉണ്ട്, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും അത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ന്യൂസ് എന്താണ് അത്രയ്ക്കും റെലവെൻ്റ് അല്ല, SSC-കാർക്ക് ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ബാങ്കിന് ഇതൊന്ന് നോക്കി വെക്കണത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും നടന്നെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഇത് ACME ഗോപാൽപൂർ പ്രൊജക്റ്റാണ് ഒഡീസയിലുള്ള. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 1.2 മില്യൺ മെട്രിക് ടൺ പെർ ആനം കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇനീഷ്യൽ പ്രൊഡക്ഷൻ എപ്പോഴാണ് തുടങ്ങുക, 2027 വരെ ചെയ്യണമെന്നാണ്. അത് ടോട്ടൽ പ്രൊജക്ട് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, $5 ബില്യൺ ആണ്. $5 ബില്യൺ ഇസ് ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ്, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഇത് വൺ ഓഫ് ദ ഫസ്റ്റ് അഗ്രിമെന്റ്സ് ഇൻ ഗ്രീൻ ഹൈഡ്രോജൻ ആൻഡ് ഗ്രീൻ അമോണിയ അറ്റ് ദിസ് സ്കെയിൽ ഗ്ലോബലി തന്നെ ഇത്രയും വലിയൊരു അഗ്രിമെന്റ് ഫസ്റ്റ് ടൈം ആണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് AMC ഗ്രൂപ്പിന്റെ ഹെഡ് ആരാണ്, ചെയർമാൻ ആൻഡ് MD ആരാണ്, മനോജ് ഉപാധ്യായ്. പിന്നെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്, ഗുരുഗ്രാം, ഹരിയാന. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുക. അടുത്ത് ഓക്കെ, 5th ഇന്റർനാഷണൽ ആൻഡ് 44th ഓൾ ഇന്ത്യ ക്രിമിനോളജിക്കൽ കോൺഫറൻസ് ഓഫ് NFSU ഹെൽഡ് ഇൻ എവിടെയാണ്, ഗാന്ധിനഗർ, ഗുജറാത്ത്. ഓക്കെ, അപ്പോൾ വെന്യൂ എന്താണ്, വെന്യൂ എന്താണ്, NFSU ഗാന്ധിനഗർ, ഗുജറാത്ത് ആണ്. ഇനോഗ്രേറ്റ് ചെയ്തത് ആരാണ്, അമിത്ഷാ നിങ്ങൾക്കറിയാം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ഇൻചാർജ് ആണ്. അതുകൂടാതെ എന്താണ്, മിനിസ്റ്റർ ഓഫ് കോഓപ്പറേഷൻ കൂടെയാണ്, മിനിസ്ട്രി ഓഫ് കോഓപ്പറേഷന്റെ കൂടെയാണ് ഇൻചാർജ് ആണ് ആര്, അമിത്ഷാ. അപ്പോൾ ഇതിന്റെ കോൺഫറൻസിന്റെ തീം അറിയണം എന്താണ്, ബിഹേവിയറൽ ഫോറൻസിക് ഇൻറ്റിഗ്രേറ്റിംഗ് ക്രിമിനോളജി ആൻഡ് ക്രിമിനലിസ്റ്റിക്. ഓക്കെ, പിന്നെ ഇതിന്റെ ടൈറ്റിൽ, ഈ കോൺഫറൻസിന്റെ ടൈറ്റിൽ എന്താണ്, 5th ഇന്റർനാഷണൽ ആൻഡ് 44th ഓൾ ഇന്ത്യ ക്രിമിനോളജി കോൺഫറൻസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്ത് ഓർഗനൈസ് ചെയ്തത് ആരാണ്, NFSU ആൻഡ് ISC. എന്നിട്ട് ഇതിന്റെ ഇനോഗ്രേറ്റ് ചെയ്തത് ഏത് ഫെസിലിറ്റി വെച്ചാണ്, സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഡിജിറ്റൽ ഫോറൻസിക്. ഇവിടെ ഇതാണ് ഇനോഗ്രേറ്റ് ചെയ്തത്, ഈ കോൺഫറൻസിൽ വെച്ച് അവർ ഇനോഗ്രേറ്റ് ചെയ്തത് എന്താണ്, സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഡിജിറ്റൽ ഫോറൻസിക്സ്. ഡിജിറ്റൽ ഫോറൻസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം സൈബർ ക്രൈം ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇത് എവിടെ നിന്ന് വന്നത്, ആ സോഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു സയൻസ് ആണ്. ഓക്കെ, ആ ഒരു ഇതാണ് ഡിജിറ്റൽ ഫോറൻസിക്. അത് മാത്രമല്ല മോഫ്ഡ് ആയിട്ടുള്ള ഇമേജ്, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയണതുള്ളൂ, മോഫ്ഡ് ഇമേജസ്, മോഫ്ഡ് വീഡിയോസിനൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക, എക്സ്പെർട്ടീസം കൊണ്ടുവരണം. കാരണം ഇപ്പോഴും അതൊക്കെ ഒരുപാട് AI വന്നതിന് ശേഷം അത് അറിയാൻ പോലും പറ്റില്ല, അത് ഫേക്ക് ഏതാണ് റിയൽ ഏതാണ്. അതുകൊണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ ഉണ്ട്. പർപ്പസ് എന്താണ്, കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ ഡിജിറ്റൽ ഫോറൻസിക്സ്. കൊളാബറേറ്റേഴ്സ് ആരൊക്കെയാണ്, NHRC, NCW, PCR, പിന്നെ ഗുജറാത്ത് SHRC. ഓക്കെ, അടുത്ത തീം എന്താണ്, ക്രിമിനോളജി ആൻഡ് ബിഹേവിയറൽ ഫോറൻസിക്, വിക്ടിം സപ്പോർട്ട്, ജസ്റ്റിസ് ആൻഡ് ചാലഞ്ച്, കണ്ടംപററി ഇഷ്യൂസ് ഇൻ ക്രിമിനോളജി ജസ്റ്റിസ്, ഫോറൻസിക് അൽഗോറിതം ഇൻ ജസ്റ്റിസ്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ നോക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, NFSC എന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ആണ്, സ്പെഷ്യലൈസ് ഇൻ ഫോറൻസിക്, ബിഹേവിയറൽ, സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ ഫോറൻസിക്. എസ്റ്റാബ്ലിഷ് ചെയ്തത് NFSU ആക്ട് 2020 ലൊക്കേഷൻ ഗാന്ധിനഗർ, ഗുജറാത്ത് ആണ്. ഈ ന്യൂസ് ഒന്ന് ജനറൽ ആയിട്ട് നോക്കി വെച്ചിരുന്നാൽ മതി, ഒരുപാട് ഡെപ്തിലൊന്നും നമ്മൾ നോക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്ഷൻ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഇനോഗ്രേറ്റ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾക്കറിയാം അമിത്ഷാണ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ ഞാൻ ഡീറ്റെയിൽ പറയാനില്ല, നമ്മൾ അതിന് മൂവ് ഓൺ ചെയ്യാം അല്ലേ. അടുത്ത സ്ലൈഡിലോട്ട് പോകാം. എന്താണ്, എക്സസൈസ് സൈക്ലോൺ സെക്കൻഡ്. ഇന്നലെ നമ്മളൊരു എക്സസൈസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഖഞ്ചർ എന്ന് പറഞ്ഞ എക്സസൈസ് ഖഞ്ചർ. അപ്പോൾ നിങ്ങൾക്കറിയാം അത് ആരൊക്കെ ഇടയ്ക്കാണ് നടന്നിട്ടുള്ളത്, ഇന്ത്യയും കിർഗിസ്ഥാൻ്റെ ഇടയ്ക്ക് അല്ലേ. ഇന്ത്യയും കിർഗിസ്ഥാൻ്റെ ഇടയ്ക്ക് നടന്നതാണ് എക്സസൈസ് ഖഞ്ചർ. അതേപോലെ തന്നെ അതും സ്പെഷ്യൽ ഫോഴ്സസിൻ്റെ ഇടയ്ക്കാണ്, ഇതും ജോയിന്റ് സ്പെഷ്യൽ ഫോഴ്സസ് എക്സസൈസ് ആണ് നടന്നിട്ടുള്ളത്, ഇന്ത്യയും ഈജിപ്തിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ ഈ സൈക്ലോൺ സെക്കൻഡ് എന്താണ്, ഇന്ത്യ ഈജിപ്തിൻ്റെ ഇടയ്ക്കാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് നടത്തിയത് എവിടെയാണ്, അൻസാസ്, ഈജിപ്തിൽ വെച്ചാണ് നടന്നത്. അൻസാസ് ഈജിപ്തിലാണ് സൈക്ലോൺ സെക്കൻഡ് നടന്നത്. ഓക്കെ, സെക്കൻഡ് എഡിഷൻ ആണ് ഓബ്വിയസ്ലി, കാരണം സെക്കൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്, സെക്കൻഡ് എഡിഷൻ ആണ്. പിന്നെ ഒബ്ജക്റ്റീവ് സ്ട്രെങ്തൻ മിലിറ്ററി കോപ്പറേഷൻ, അണ്ടർസ്റ്റാൻഡ് പ്രൊസീജിയേഴ്സ് ഇൻ ഡെസേർട്ട് ടെറൈൻ. ഓക്കെ, ഡെസേർട്ടിൽ സൈക്ലോൺ വരുമോ, ഇല്ല, സൈക്ലോൺ വരില്ല, പക്ഷെ അവിടെ ഡെസേർട്ടിന്റെ ഇതുണ്ടാവും, ഡെസേർട്ട് സ്ട്രോംസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു ഈ എന്താ പറയുക, ഡെസേർട്ട് ആൻഡ് സെമി ഡെസേർട്ട് ടെറൈനിൽ എങ്ങനെ നമുക്ക് ഒരു എനിമിയെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. കാരണം ഇന്ത്യയിലും ഡെസേർട്ട് ഉണ്ട്. ഇന്ത്യയിലെ ഡെസേർട്ട് ഏതാണ്, താർ ഡെസേർട്ട് എവിടെയാണുള്ളത്,
രാജസ്ഥാനിൽ. ഓക്കെ, അടുത്ത പാർട്ടിസിപ്പൻസ് ആരാണ്? ഇന്ത്യയുടെ പാരാഷൂട്ട് റെജിമെന്റ് സ്പെഷ്യൽ ഫോഴ്സസ് ഉണ്ട്, ഈജിപ്തിന്റെ ഈജിപ്ഷ്യൻ കമാൻഡോ സ്ക്വാഡ്രൺ, ഈജിപ്ഷ്യൻ എയർബോൺ പ്ലാറ്റൂൺ, ഇവർ രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ബാക്കി കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. ഇത് ആനുവൽ എക്സസൈസ് ആണ്. ഇന്ത്യയും ഈജിപ്തിലും മാറി കിടക്കും. ഒരു വർഷം ഇന്ത്യയിലാണെങ്കിൽ അടുത്ത വർഷം ഈജിപ്തിലായിരിക്കും. അങ്ങനെ പ്രസിഡന്റ് ഓഫ് ഈജിപ്ത് നിങ്ങൾക്കറിയാം, അബ്ദൽ ഫത്തഹ് അൽ സിസി. ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്. ക്യാപിറ്റൽ എന്താണ്? കയറോ ആണ്. കറൻസി ഈജിപ്ഷ്യൻ പൗണ്ട് ആണ്. ഓക്കെ, ഇത്തരം കാര്യം നമ്മൾ അറിയണം. പിന്നെ ഇതിന്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താണ്? എന്ത് ഫോം ചെയ്യാൻ പറ്റും? വിച്ച് ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ സൈക്ലോൺ എന്താണ് സെക്കൻഡ് എക്സസൈസ് കണ്ടക്ടഡ് ഇൻ ഈജിപ്ത്? എന്താണ്? നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ആണോ, സ്പെഷ്യൽ ഫോറൻറ്റിയർ ഫോഴ്സ് ആണോ, ഗരുഡ കമാൻഡോ ഫോഴ്സ് ആണ്, പാരഷൂട്ട് റെജിമെന്റ് സ്പെഷ്യൽ ഫോഴ്സ് ആണോ, മാർക്കോസ് മറൈൻ കമാൻഡോസ് ആണ്? നമ്മൾ ഉത്തരം എന്താണ്? പാരഷൂട്ട് റെജിമെന്റ് സ്പെഷ്യൽ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യം നമ്മൾ അറിഞ്ഞിടണം. പിന്നെ ഓക്കെ, 19th NAM സമ്മിറ്റ് ഹെൽഡ് ഇൻ കംപാല, യുഗാണ്ട. ഓക്കെ, യുഗാണ്ട. എന്നിട്ട് ഇതിനെ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് റിപ്രസെന്റ് ചെയ്തതാണ് എസ് ജയശങ്കർ ആണ് റിപ്രസെന്റ് ചെയ്തിട്ടുള്ള ഇന്ത്യ. നാം എന്താണെന്ന് അറിയണം. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഒരു വലിയൊരു ചോദ്യം ഉണ്ടായിരുന്നു. രണ്ട് സ്ഥലമുണ്ട്. എന്നാൽ നമുക്ക് എന്തറിയാം, US ലെഡ് വെസ്റ്റേൺ അലയൻസ് ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ റഷ്യ USSR ലെഡ് നമ്മളെ ഈസ്റ്റേൺ അലയൻസ് ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് യാതിൽ ചേരണം എന്നുള്ള ചോദ്യം വന്നു. അപ്പോൾ അങ്ങനെ ചേരാൻ പറ്റൂല എന്നായിരുന്നു അപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററിന്റെ ഉദ്ദേശം, ജവഹർലാൽ നെഹ്റുവിന്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ തീരുമാനിച്ചു. പുള്ളിക്കാരൻ മാത്രമല്ല, കുറച്ച് ആഫ്രിക്കൻ കൺട്രീസ് അപ്പോഴപ്പോഴേ ആ ഒരു ഫ്രഷ്ലി ഇൻഡിപെൻഡന്റ് ആയ കൺട്രീസ് എന്താണ് തീരുമാനിച്ചത്? നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതേ ഉള്ളൂ, നമുക്ക് ഇനി എന്താണ് നമ്മളെ ഡെവലപ്മെന്റ് ഓർത്ത് ഫോക്കസ് ചെയ്യണം. അതുകൊണ്ട് ഈ രണ്ട് ബ്ലോക്സിന്റെ ഇടയ്ക്ക് നമ്മൾ എന്താണ് സാൻഡ്വിച്ച് ആയി പോകാൻ പാടില്ല. ഓക്കെ, അവരെ ഇൻട്രസ്റ്റിന് വേണ്ടി നമ്മളെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പ്രോഗ്രസിനെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അവർ അഡോപ്റ്റ് ചെയ്ത പോളിസി എന്താണ്? ഇക്വി ഡിസ്റ്റൻസ് ഫ്രം ബോത്ത് ദ പവേഴ്സ്. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഈസ്റ്റേൺ ബ്ലോക്കും വെസ്റ്റേൺ ബ്ലോക്കിൽ നിന്ന് അവർ മാറി നിന്ന്, അല്ലേ? US ലെഡ് വെസ്റ്റേൺ ബ്ലോക്കും USSR ലെഡ് ഈസ്റ്റേൺ ബ്ലോക്ക്. USSR എന്ന് പറഞ്ഞാൽ ഇപ്പം റഷ്യ. ഓക്കെ, അങ്ങനെ മാറി നിന്നതാണ്. മാറി നിന്നതിന്റെ കോൺസെപ്റ്റാണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയുടെ അല്ലെങ്കിൽ ഒരു ബ്ലോക്കിൻ്റെ അലൈൻ ചെയ്യൂല എന്നുള്ള രീതിയിൽ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു സമ്മിറ്റ് ആണ് ഇപ്പൊ നടന്നത്. എവിടെയാണ്? യുഗാണ്ടയിൽ വെച്ച്. ഇത് 19ാമത്തെ NAM സമ്മിറ്റ് ആണ്. അപ്പോഴേ ഇത് 2024 ഇത് എവിടെ വെച്ചാണ് നടന്നത്? മുന്യോൺ, കംപാല, യുഗാണ്ട. അത് അറിഞ്ഞിരിക്കണം. പിന്നെ ഇന്ത്യയിൽ ആരാണ് ലീഡ് ചെയ്തത്? ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ. ഓക്കെ, ജയശങ്കർ, മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, പുള്ളിക്കാരനാണ് ഇത്. പിന്നെ ഇത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റും അങ്ങനെ അതും ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, യുഗാണ്ട NAMന്റെ ചെയർമാൻഷിപ്പ് അസ്യൂം ചെയ്തിട്ടുണ്ട് 2024-27 വരെ. ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് പുതിയ NAMന്റെ ചെയർപേഴ്സൺ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ചെയർമാൻഷിപ്പ് ഏത് കൺട്രിയാണ് അഡോപ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അത് യുഗാണ്ട ആണ്. ഈ വർഷത്തെ സമ്മിറ്റിന്റെ തീം എന്താണ്? ഡീപ്പനിങ് കോപ്പറേഷൻ ഫോർ ഷെയർഡ് ഗ്ലോബൽ അഫ്ലുവൻസ്. ഓക്കെ, ഡീപ്പനിങ് കോപ്പറേഷൻ ഫോർ ഷെയർഡ് ഗ്ലോബൽ അഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് തന്നെ ഇപ്പം NAM ഇക്വി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞെങ്കിൽ ഇനി കുറച്ചുകൂടെ നമ്മൾ എല്ലാവരുടെയും പ്രോക്സിമിറ്റി വെക്കാം. ഇപ്പം വേൾഡ് ഓർഡർ ചേഞ്ച് ആയിട്ടുണ്ട്, ചൈന റൈസ് ആയിട്ടുണ്ട്. പണ്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. പണ്ട് വെറും US-ഉം USSR മാത്രമേ ഉള്ളൂ, അതിന്റെ കീഴിലാണ് ബാക്കിയുള്ളവർ വരുന്നത്. ഇപ്പം പക്ഷേ ചൈന പോലത്തെ കൺട്രീസ്, ഇന്ത്യ, ഇവരൊക്കെ റൈസ് ആയതുകൊണ്ട് എന്താണ് UK ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. അങ്ങനെ വന്നപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ഓർഡറെ മൊത്തത്തിൽ മാറി, അല്ലേ? ജിയോ പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് മാറി, എല്ലാം മാറി. അതുകൊണ്ട് എന്താണ് പുതിയൊരു വേൾഡ് ഓർഡർ വന്നത്? എന്താണ്? മൾട്ടിലാറ്ററലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ കൺട്രീസ് ഉണ്ട്, എന്താണ് സ്ട്രോങ് ആയിട്ടുള്ളത്, അല്ലേ? പവർഫുൾ കൺട്രീസ് മൾട്ടിപ്പിൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യണം? എല്ലാ കൺട്രീസിനും ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതുകൊണ്ട് എല്ലാ കൺട്രീസിനൂടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം മറന്നിട്ട് കുറച്ചുകൂടെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു ആസ്പെക്ട് വന്നത്. അതുകൊണ്ടാണ് ഡീപ്പനിങ് കോപ്പറേഷൻ ഫോർ ഷെയർഡ് ഗ്ലോബൽ അഫ്ലുവൻസ് എന്നുള്ള കോൺസെപ്റ്റ് വന്നത്. പ്രസിഡന്റ് ഓഫ് യുഗാണ്ട ആരാണ്? യോവരി കാക്തു മുസേവെനി. ഓക്കെ, ഇലക്ടഡ് ആസ് എ ചെയർ. പുള്ളിക്കാരനാണ് ചെയർ ആയത്. പിന്നെ 120 ഡെവലപ്പിംഗ് കൺട്രീസ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ കാര്യങ്ങൾ. ഇതിൽ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ റിലേറ്റഡ്. ഓക്കെ, അപ്പോൾ ഇവർ ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ തീം എന്താണെന്ന്. തീം ഞാൻ ഇപ്പോഴായിട്ട് പറഞ്ഞ എന്താണ്? ഡീപ്പനിങ് കോപ്പറേഷൻ ഫോർ ഷെയർഡ് ഗ്ലോബൽ അഫ്ലുവൻസ്. ഓക്കെ, നിങ്ങൾക്ക് ടൈം തരണമായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുന്നതും പോസ് ചെയ്യുക വീഡിയോ. ഓക്കെ, എന്നിട്ട് പറയാം. കാരണം ഈ വീഡിയോയിൽ ഇപ്പം ഞാൻ ടൈമൊക്കെ തന്ന് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലെന്തി ആയി ഇപ്പം വീഡിയോ. അത്രയും പേഷ്യൻസ് ഒന്നും ആൾക്കാർക്ക് ഇല്ല, അല്ലേ? കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് സമയം ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ തെറ്റ് പറയില്ല, കാരണം ഇത് മാത്രമല്ല ഒരു സബ്ജക്റ്റ്, ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട് പഠിക്കാൻ. അതുകൊണ്ട് ഇതും കൂടെ പഠിക്കണം. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാത്ത, കുറേ സമയം നിങ്ങൾ ഇടാതെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെറും ഉദ്ദേശം കിട്ടണം എങ്ങനത്തെ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ
സാധ്യതയുള്ളത്. ഇതേപോലെ അല്ല, ഇതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റൻസ് ഉണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മളെ ആപ്പിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അത് ചെക്ക് ചെയ്തോളണം കേട്ടോ. അടുത്ത് ഇത് ബാങ്കിന് വേണ്ടിയുള്ള ന്യൂസ് ആണ്. എന്താണ്? SBI ലൈഫ് ഹാസ് ലോഞ്ച്ഡ് സരൽ സ്വധൻ സുപ്രീം, എന്നിട്ട് സ്മാർട്ട് സ്വധൻ സുപ്രീം. സ്വധൻ എന്ന് പറഞ്ഞാൽ സ്വന്തം പൈസ എന്നുള്ള അർത്ഥം. ഓക്കെ, അപ്പോഴേ SBI ലൈഫ് സരൽ സ്വധൻ സുപ്രീം ഇത് ബേസിക്കലി ഇൻഷുറൻസിന്റെ ഫീൽഡാണ്. മിനിമം ഏജ് എത്രയാണ്? 18 ആണ്. മാക്സിമം ഏജ് 50 ആണ്. എന്നിട്ട് എൻറോൾമെന്റ് ചെയ്യാനുള്ളത്. എന്നിട്ട് മെച്ചൂരിറ്റി ഏജ് എത്രയാണ്? 65 ഇയേഴ്സ് ആണ്. അതേപോലെ SBI ലൈഫ് സ്മാർട്ട് സ്വധൻ സുപ്രീമിന്റെ 18 ഏജ് മിനിമം ആണ്, 60 മാക്സിമം ആണ്, എന്നിട്ട് 75 ഏജ് ആണ് മെച്ചൂരിറ്റി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ബേസിക്കലി എന്ന് പറഞ്ഞാൽ റെഗുലർ ഓർ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ്സ് ഉണ്ടാവാം 7 ഇയേഴ്സ്, 10 ഇയേഴ്സ് അല്ലെങ്കിൽ 15 ഇയേഴ്സിൽ. പിന്നെ പോളിസി ടേം എന്താണ്? 10 തൊട്ട് 30 വർഷം. സം അഷ്യൂർഡ് എത്രയാണ് കിട്ടുന്നത്? 25 ലക്ഷം. മാക്സിമം മിനിമം 25 ലക്ഷം, മാക്സിമം 50 ലക്ഷം. സരൽ സ്വധൻ സുപ്രീം. എന്നിട്ട് നോ അപ്പർ ലിമിറ്റ് ഫോർ സ്മാർട്ട് എന്താണ്? ഓക്കെ, സ്മാർട്ട് സ്വാധൻ സുപ്രീമിന് വേണ്ടി. ഓക്കെ, അതിനൊരു ലിമിറ്റ് ഇല്ല. അപ്പോൾ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 100% ഓഫ് പ്രീമിയംസ് അപ്പോൺ മെച്ചൂരിറ്റി. പ്രീമിയം അടച്ച മൊത്തം പൈസ മെച്ചൂരിറ്റി ആകുമ്പോൾ കിട്ടും. ഓക്കെ, പിന്നെ ലംസം ബെനിഫിറ്റ് ഓൺ ഡിമൈസ് ഡ്യൂറിംഗ് ദ പോളിസി ടേം. പോളിസി ടേമിൽ മരിക്കുകയാണെങ്കിൽ ഒരു ലംസം എമൗണ്ട് അവരുടെ എന്താണ് നോമിനിക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ഫോം ചെയ്തതാണ് വിച്ച് പ്രീമിയം പേയ്മെന്റ് ഓപ്ഷൻസ് ആർ അവൈലബിൾ ഫോർ SBI ലൈഫ് സ്മാർട്ട് സ്വാധൻ സുപ്രീം ഇൻഷുറൻസ്. സിംഗിൾ പ്രീമിയം പേയ്മെന്റ്, റെഗുലർ പ്രീമിയം പേയ്മെന്റ്, ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ്, അല്ലെങ്കിൽ ഓൺലി A and B, ഓൺലി B and C. ഈ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു പുതിയ പാറ്റേണിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്താണ് ഓപ്ഷൻ എന്തൊക്കെ ആയിരിക്കും? സിംഗിൾ പ്രീമിയം പേയ്മെന്റ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇല്ല, അപ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ എന്താണ് ഉള്ളത്? ഇത് രണ്ടും കറക്റ്റ് ആണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത് രണ്ടും കറക്റ്റ് ആണ് എന്നാണ് എൻ്റെ തോന്നൽ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കറക്റ്റ് ആണോ അല്ലേ? കറക്റ്റ് ആണ്. ഓക്കെ, റെഗുലർ പ്രീമിയം പേയ്മെന്റ് ഉണ്ട്, ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് 7, 10, 15 ഇയേഴ്സ് ഇതുണ്ട്. അതുകൊണ്ട് ആൻസർ എന്തായിരിക്കും? E, ഓൺലി B and C. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ കൊണ്ടുവരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പാറ്റേൺ ചേഞ്ച് ആവും. കാരണം SSA സംബന്ധിച്ചോളം എന്താണ്, അവർ പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോഴേ അവർ മാർക്ക് കൂടുതൽ വരുമ്പോൾ നിങ്ങൾക്ക് പേപ്പേഴ്സും ടഫ് ആക്കും. അതുകൊണ്ട് ഒരു പുതിയ പാറ്റേൺ, ഇങ്ങനത്തെ ഒക്കെ പോസിബിൾ പാറ്റേൺസ് UPSCയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ അഡോപ്റ്റ് ചെയ്ത് നിങ്ങളുടെ രീതിയും അതിനെ മെർജ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫോം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. എക്സാം ഹാളിൽ പോയിട്ട് ഷോക്ക് ആവാതിരിക്കാനാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത്. അപ്പോഴേ നിങ്ങൾക്ക് ഒരു മൈൻഡ് ഡെവലപ്പ് ആവും. ഓക്കെ, ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ടെന്നുള്ള രീതിയിൽ. ഓക്കെ, അടുത്തത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സ്പോർട്സിന്റെ ഫീൽഡിലാണ്. BCCI അവാർഡ്സ് 2024 നമ്മൾ നോക്കിയത് തന്നെയാണ്. ശുഭ്മൻ ഗില്ലും മാറിപ്പോയി. ഓക്കെ, അവിടെ പോയി. ശുഭ്മൻ ഗിൽ ആൻഡ് ദീപ്തി ശർമ്മ വിൻസ് ബെസ്റ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് 2022-23. ഓക്കെ, ഇത് നമ്മൾ നോക്കിയ കാര്യം തന്നെയാണ്. പിന്നെ ഇതും ബെസ്റ്റ് മെൻസ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ നമ്മളെ പോളി ഉംറിഗാർ അവാർഡ് ആർക്കാണ് കിട്ടിയ? ശുഭ്മൻ ഗിൽ. ബെസ്റ്റ് വിമൻസ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ ദീപ്തി ശർമ്മ. പിന്നെ കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആർക്കാണ് കിട്ടിയ? രവി ശാസ്ത്രി എന്നിട്ട് ഫറോക്ക് എഞ്ചിനീയറിന്. പിന്നെ ജഗ്മോഹൻ ദാൽമിയ ട്രോഫി ബെസ്റ്റ് വിമൻ ക്രിക്കറ്റർ ജൂനിയർ ഡൊമസ്റ്റിക്കിന് ആർക്കാണ് കിട്ടിയത്? കാശ്വി ഗൗതമിനാണ്. പിന്നെ ഡീറ്റെയിൽസ് എന്തൊക്കെയാന്ന് പറയുകയാണെങ്കിൽ BCCI അവാർഡ് സ്റ്റാർട്ട് എപ്പോഴാണ് ചെയ്തത്? 2006-07 സ്റ്റാർട്ട് ചെയ്തത്. കാശ്വി ഗൗതം വാസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ക്രിക്കറ്റർ ഇൻ വിമൻസ് പ്രീമിയർ ലീഗ് WPL ഹിസ്റ്ററി. എത്രയാണ്? 2 കോടി രൂപയ്ക്കാണ് അവർ ഓപ്ഷൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ BCCI കുറിച്ച് പറയുകയാണെങ്കിൽ പ്രസിഡന്റ് ആരാണ്? റോജർ ബിന്നി. സെക്രട്ടറി ജയഷാ. പിന്നെ ഹെഡ് ക്വാർട്ടർ മുംബൈ, മഹാരാഷ്ട്ര. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1928. ഇത്തരം കാര്യം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കാം. അടുത്ത് വൺ സെക്കൻഡ്, ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ് ബെസ്റ്റ് മെൻസ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ അവാർഡ് ആയിരിക്കാൻ കിട്ടിയ? ശുഭ്മൻ ഗില്ലിനാണ് കിട്ടിയത്. പോളി ഉമർഗാർ അവാർഡൊന്നും ചോദിക്കുക അവര്. അതുകൊണ്ട് ആ 2 പേരും നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അടുത്ത ജപ്പാൻസ് സോഫ്റ്റ് ബാങ്ക്. ഇത് ബാങ്ക് എക്സാമിന് പഠിക്കുന്നവർക്ക് മാത്രമാണ്, SSCക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ജപ്പാൻസ് സോഫ്റ്റ് ബാങ്ക് സോൾഡ് അനദർ 1.95 സ്റ്റേക്ക് ഇൻ Paytm. അപ്പോൾ ഇത് എക്സാമിന് എന്തൊരു ചോദ്യം വരാം? Recently, Japan SoftBank had sold its stake in which of the following bank അല്ലെങ്കിൽ following company അല്ലെങ്കിൽ following financial institution. എന്താണ് ഉത്തരം? എന്താണ്? Paytm ആണ്. അല്ലെങ്കിൽ അവർ ചോദിക്കാം എത്ര ശതമാനം സ്റ്റേക്ക് ആണ് അവർ സെല് ചെയ്തതെന്ന്. എന്താണ്? 1.95%. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജപ്പാൻ ഇതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്നാണ് അവർ സെല് ചെയ്തിട്ട് 197 കമ്മ്യൂണിക്കേഷൻ Paytmന്റെ പാരന്റ് കമ്പനി എന്നാണ് വെച്ചാൽ അത് അതിന്റെ കോസ്റ്റ് എത്രയാണ്? 950 crores. 1.95 എന്ന് പറഞ്ഞാൽ 950 crores ആണ് അവർ സ്റ്റേക്ക് സെല് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. Paytm ഇന്ന് വേറെ കമ്പനീസും അവരുടെ സ്റ്റേക്ക് സെല് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട്
ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവരെ സോഫ്റ്റ് ബാങ്കിന്റെ സ്റ്റേക്ക് എത്ര കുറഞ്ഞു? 7.01 ആയിരുന്നു, ഇപ്പം 5.06 ആയിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത് HDFC ബാങ്കിന്റെ ബാങ്ക് സ്റ്റേക്ക് ഡിസ്പോസൽ ഇൻ ക്യാംസിലുള്ള HDFC ബാങ്കിന്റെ സ്റ്റേക്സ് സെൽ ചെയ്തിട്ടുണ്ട്. എന്താണ്? HDFC ഹോൾഡ് 2.01% ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഇൻ കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസ് ലിമിറ്റഡ്. എന്നിട്ട് അതിനെ അവർ സെൽ ചെയ്ത് എത്രയാണ്? 52.34 crores. അത്രയാണ് സ്റ്റേക്ക് അവർ സെൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഷെയർ ഹോൾഡിംഗ് ക്യാപ്സ് റിഡ്യൂസ്ഡ് ഫ്രം എത്രയാണ്? 5.9% to 3.94%. എക്സാമിനൊക്കെ ഇത് ചോദിക്കാം കേട്ടോ, എത്രയായിരുന്നു ആദ്യം സ്റ്റേക്ക്, പിന്നീട് എത്രയായി. കാരണം ഇതൊക്കെയാണ് രീതി എക്സാമിൽ ചോദിക്കുന്നത്. അതുകൊണ്ട് അത് മൈൻഡിൽ എപ്പോഴും വെച്ചേക്കുക. ബാങ്കിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ദ ഡിസ്പോസൽ ഒക്കേർഡ് ത്രൂ സെക്കൻഡറി മാർക്കറ്റ് BSE ആൻഡ് NSE. അത് ഇമ്പോർട്ടൻ്റ് അല്ല. HDFC സോൾഡ് എത്രയാണ്? 9,86,315 ഷെയർസ് അറ്റ് ആൻ ആവറേജ് പ്രൈസ് ഓഫ് 2,558.43 പെർ ഷെയർ. ഓക്കെ, അത് ഇത്രയും ഡീറ്റെയിൽ അറിയണ്ട. ബാക്കി ഞാൻ പറയാം, ഓർമ്മിച്ച് വെക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുക, എക്സാമിന് ചോദിക്കും. പിന്നെ ഏതാണ്ട ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത്. ഓക്കെ, ഹൗ മച്ച് ഡിഡ് സോഫ്റ്റ് ബാങ്ക് റിസീവ് ഫ്രം sale of 12.7 million equity shares in Paytm parent company, resulting in the reduction of stake from 7.01 to 5.06%. ഓക്കെ, അപ്പോൾ നമ്മളെ ഉത്തരം എന്തായിരിക്കണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. ഓക്കെ, ഞാൻ പറയുന്നില്ല ഉത്തരം, നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക എന്തായിരിക്കും ഉത്തരം എന്ന്. ഓക്കെ, അടുത്ത് സോണി ടെർമിനേറ്റ്സ് മർജർ. ഇത് 2 ദിവസം മുമ്പ് വന്ന കാര്യമാണ്, ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ ഇപ്പം വീണ്ടും ന്യൂസിൽ വരുന്നുണ്ട്, അത് നമുക്ക് നോക്കിയേ പറ്റൂ. എന്താണ് സോണി മർജർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് Zee Entertainment. അങ്ങനെ മർജർ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് നെറ്റ്വർക്ക്, ഇത് ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക് ആയി മാറിയാണ് അവർ. ബട്ട് അത് ക്യാൻസൽ ചെയ്ത് $10 billion ഒരു ഇതായിരുന്നു, മർജർ ആയിരുന്നു. പക്ഷെ അത് നടന്നില്ല, അത് ക്യാൻസലായി എന്തോ കാരണവശാൽ. അതുകൊണ്ട് അത് ന്യൂസിൽ വന്നിട്ടുണ്ട്. ടെർമിനേഷൻ ആരെ ഇടയ്ക്കാണ് ആയത്? സോണിയും Zeeയാണ്. ഓക്കെ, സോണി ആൻഡ് Zee. അത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. കൂടുതൽ ഡീറ്റെയിൽ അറിയേണ്ട. നമ്മൾ നോർമലി മർജർ ആൻഡ് അക്വിസിഷൻ ആണ് നോക്കുന്നത്. മർജർ ഇത് നടന്നിട്ടില്ല, അതുകൊണ്ട് നോക്കണ്ട. പക്ഷേ ന്യൂസിൽ ഫ്രീക്വൻ്റ്ലി വരുന്നതുകൊണ്ടാണ് ഇതിനെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. Which company officially terminated $10 billion merger agreement with Zee Entertainment Enterprise Limited? അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ മൈൻഡ് സെറ്റ് പ്രിപ്പയർ ചെയ്യുക. ടു ക്രിയേറ്റ് ഇന്ത്യസ് ലാർജസ്റ്റ് എന്റർടൈൻമെന്റ് കമ്പനി. അപ്പോൾ ഇത് നോക്കിയാൽ മതി അതാണെന്ന് ഉത്തരം. ക്ലിയർ ആണല്ലോ? അടുത്ത ന്യൂസ് നോക്കാം. എന്താണ്? Cameroon became the first country to roll out malaria vaccine in child immunization program. Okay, Cameroon became the first country to roll out first country to roll out malaria vaccine in child immunization program. Cameroon and malaria vaccine. Okay, അവരെന്ത് ചെയ്ത് ചൈൽഡ് വാക്സിനേഷൻ്റെ പ്രോഗ്രാമിൽ അവർ അതിനെ മലേറിയയുടെ വാക്സിനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ അങ്ങനത്തെ ഒരുപാട് ഡെത്ത്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്യാമറൂൺ എവിടെയാണുള്ളത്? ആഫ്രിക്കൻ കൺട്രിയാണ്. അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള കൺട്രീസ് ഏതാണ്? നൈജീരിയ, ചാഡ് ഉണ്ട്, പിന്നെ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് ഉണ്ട്, പിന്നെ റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഗബോൺ. ഓക്കെ, പിന്നെ ഇക്വട്ടോറിയൽ ഗിനിയ. ഈ കൺട്രീസ് ആണ് അതിൻ്റെ സറൗണ്ടിങ് ചെയ്തിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോഴേ Cameroon will administer the vaccine for free to infants at 6 months, up to 6 months, requiring a total of 4 doses. 4 ഡോസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡഡ് 2 മലേറിയ വാക്സിൻസ്. ഓക്കെ, അപ്പോൾ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, വാക്സിൻ്റെ പേരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഓവറോൾ ഇത്രയും അറിഞ്ഞിരിക്കുക. അടുത്തത് 1 second. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? വിച്ച് കൺട്രി ഹാസ് ബിക്കം ദ ഫസ്റ്റ് globally to integrate a malaria vaccine into the routine national immunization program for young children. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ അറിയാം. എന്താണ് ആൻസർ? ക്യാമറൂൺ ആണ്. അത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്ത്യ won the 8 medals in ഏഷ്യൻ ഷോട്ട് ഗൺ ചാമ്പ്യൻഷിപ്പ് 2024. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഈ ഷോട്ട് ഗൺ ടൂർണമെന്റിൽ 8 മെഡൽസ് ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എവിടെ വെച്ച് ടൂർണമെന്റ് നടന്നെന്ന് അറിയാൻ ഇമ്പോർട്ടൻ്റ് ആണ്. കുവൈറ്റിലാണ്. ഷെയ്ഖ് സാബ അൽ അഹമ്മദ് ഒളിമ്പിക് ഷൂട്ടിംഗ് കോംപ്ലക്സ് എവിടെയാണ്? കുവൈറ്റ് സിറ്റി, കുവൈറ്റിൽ. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് 8 മെഡൽസ് കിട്ടി. എത്രയാണ്? 1 ഗോൾഡ്, 3 സിൽവർ, 4 ബ്രോൺസ്. ഓക്കെ, ഈ ചാമ്പ്യൻഷിപ്പിൽ കിട്ടിയതാണ്. എന്നിട്ട് ഇന്ത്യയുടെ പൊസിഷൻ എത്രയായിരുന്നു? 5th. ഫസ്റ്റ് പൊസിഷൻ ആരതാണെന്ന് അറിഞ്ഞിരിക്കണം. ചൈനയുടെ ഫസ്റ്റ് പൊസിഷനാണ്. അവർക്ക് 13 മെഡൽസ് കിട്ടി. 5 ഗോൾഡ്, 6 സിൽവർ, 2 ബ്രോൺസ്. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഇതൊക്കെ കാണാപാഠം പഠിക്കുക. സ്പോർട്സിൽ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, അതുകൊണ്ട് ഇതെല്ലാം ഫാക്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ഇത് ഓബിച്വറി ന്യൂസ് ആണ്. ഓബിച്വറിയിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ കനേഡിയൻ ഫിലിം മേക്കർ ആൻഡ് പ്രൊഡ്യൂസർ നോർമൻ ജീവ്സൺ ആണ് ന്യൂസിൽ വന്നിട്ടുള്ളത്. പുള്ളിക്കാരൻ മരിച്ചുപോയി.
ഓക്കെ, പുള്ളിക്കാരൻ എന്താണ് ഏത് ഫീൽഡ് എന്ന് വെച്ചാൽ ഹി വാസ് എ റൈറ്റർ ആക്ടർ, പിന്നീട് ഒരു പ്രൊഡ്യൂസറൊക്കെ ആയി. ഹി ഡയറക്റ്റഡ് ദ ഫസ്റ്റ് ഫീച്ചർ ഫിലിം 40 Pounds of Trouble. ഓക്കെ, അത് യൂണിവേഴ്സൽ സ്റ്റുഡിയോസിന്റെ അണ്ടറിലാണ്. പിന്നെ കുറെ ഫേമസ് വർക്ക് ഉണ്ട്. ഇൻ ദ ഹീറ്റ് ഓഫ് ദ നൈറ്റ്, ഫിഡ്ലർ ഓൺ ദ റൂഫ്, മൂൺ സ്ട്രക്ക്. പിന്നെ പുള്ളിക്കാരൻ ഒരു കാനഡിയൻ ഫിലിം സെന്റർ ഇൻ ടൊറോണ്ടോ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1988. പിന്നെ നോട്ടബിൾ വർക്ക് എന്ന് പറഞ്ഞാൽ അക്കാഡമിക്കാണ് വരുന്നത്. ഓസ്കറിന് വേണ്ടി നോമിനേറ്റ് ആയിട്ടുണ്ട് 3 പ്രാവശ്യം. പിന്നെ FIST 1978 ഉണ്ടാക്കിയത്. പിന്നെ ദ കൺട്രി 1989, ദ ഹുറിക്കേൻ 1999, പിന്നെ ദ സ്റ്റേറ്റ്മെന്റ് 2003. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്. പിന്നെ ജയിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ഐർവിംഗ് ജി ടെൽബർഗ് മെമ്മോറിയൽ അവാർഡ് 71st അക്കാഡമി അവാർഡ്സിൽ ജയിച്ചിട്ടുണ്ട് 1998. പിന്നെ റിസീവ്ഡ് ദ ഗവർണർസ് ജനറൽസ് പെർഫോമൻസ് ആർട്ട് അവാർഡ് കാനഡ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഓണേർഡ് വിത്ത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഫ്രം ദ ഡയറക്ടേഴ്സ് ഗിൽഡ് ഓഫ് അമേരിക്ക ഇൻ 2010. ഓക്കെ, ഇത്ര അവാർഡ്സ് ആണ് പുള്ളിക്കാരന് കിട്ടിയത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. അടുത്ത് ഇത് ഏത് വർഷത്തിലാണ് ഐർവിംഗ് ജി ടെൽബർഗ് കിട്ടിയെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാം എന്താണ്, 1998. ഓക്കെ, സോറി. അടുത്ത് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ 2024 എപ്പോഴാണ്? January 24th ആണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ ഇന്ന് തീം അറിഞ്ഞിരിക്കണം. തീം എന്താണ് അത് അറിഞ്ഞിരിക്കണം. തീം എന്താണ്? ലേണിംഗ് ഫോർ ലാസ്റ്റിംഗ് പീസ്. ഓക്കെ, ഇതിൽ കോൺസെപ്റ്റ് വേറെ ഒന്നുമില്ല. ലേണിംഗ് ഫോർ ലാസ്റ്റിംഗ് പീസ് എന്ന് പറഞ്ഞാൽ നല്ല പഠിപ്പും വിവരമുള്ള ആൾക്കാർ കോൺഫ്ലിക്റ്റിനെ വാർ കൊണ്ട് അല്ല റിസോൾവ് ചെയ്യണം, സംസാരിച്ച് എന്ത് കോമൺ ഗ്രൗണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അതാണ് കണ്ടെത്താൻ പോകണം. അതുകൊണ്ട് എഡ്യൂക്കേറ്റഡ് പീപ്പിളിന് അത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അവർ പറഞ്ഞത് ലേണിംഗ് ഫോർ ലാസ്റ്റിംഗ് പീസ്. അപ്പോൾ പഠിത്തത്തിന് എഡ്യൂക്കേഷനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു തീം ഉണ്ടാക്കിയത്. ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷനിൽ എന്താണ്? പീസിന് വേണ്ടി എന്താണ് ആവശ്യം നമുക്ക്? എഡ്യൂക്കേഷൻ. അപ്പോൾ ഇത് പ്രൊക്ലെയിം ചെയ്തതാരാണ്? യുണൈറ്റഡ് ജനറൽ അസംബ്ലി. എപ്പോഴാണ്? 2018, December 3, 2018 ഇത് ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത് 2019. ഓക്കെ, ഫസ്റ്റ് ടൈം ഇത് എപ്പോഴും ഒബ്സർവ് ചെയ്തത് January 24th, 2019. എന്നിട്ട് ഇത് എഡ്യൂക്കേഷൻ ഇൻ പീസ് ആൻഡ് ഡെവലപ്മെന്റ്, റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ പീസ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. പിന്നെ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്തത് ആരാണ്? യുനെസ്കോ ആണ്. യുനെസ്കോ സ്പെഷ്യലൈസ്ഡ് UN ഏജൻസി ഫോർ എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. പിന്നെ ഇത് നമ്മളിപ്പോൾ നോക്കിയ കാര്യമാണ്. യാത് ഇയർ എന്ന് നിങ്ങൾക്ക് ഓർമ്മിച്ചേക്കണം. January 24th, 2019 ആണ്. അടുത്ത് റീസെന്റ് അപ്പോയിന്റ്മെന്റ്സ്. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ റീസെന്റ് അപ്പോയിന്റ്മെന്റ്സ് നോക്കും. അതുകൊണ്ട് റീസെന്റ് അപ്പോയിന്റ്മെന്റ്സ് എന്താണ്? CEO ഓഫ് പെപ്സിക്കോ ഇന്ത്യ ആരാണെന്ന് നമ്മൾ അറിയണം. ഇപ്പോൾ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്തത് ആരാണ്? ജാഗ്രത് കൊച്ച. ഓക്കെ, എന്നിട്ട് ആരാണ് റിപ്ലേസ് ചെയ്തത്? അഹമ്മദ് അൽ ഷെയ്ഖിനെയാണ് റിപ്ലേസ് ചെയ്തത്. ഒരു മെമ്പർ ഓഫ് UPSC പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ഷീൽ വർദ്ധൻ സിംഗ്. ഓക്കെ, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നോക്കി വെക്കുക. MD ഓഫ് ബാംഗ്ലൂർ മെട്രോ ആരാണ്? മഹേശ്വർ റാവു, പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. MD ഓഫ് എക്സ്പീരിയൻ ഇന്ത്യ ആരാണ്? മനീഷ് ജയൻ. പിന്നെ അഡീഷണൽ സെക്രട്ടറി ഇൻ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇതാരാണ്? ഭാരത് ഹർബൻസലാൽ എന്താണ്? ഖേഡ. ഓക്കെ, ഇത്രയും കാര്യം അറിയാം. അടുത്തത് റീസെന്റ് എന്താണ്? അവാർഡ്സ്. റീസെന്റ് അവാർഡ് എന്താണ്? 4th വിങ്സ് ഇന്ത്യ അവാർഡ് ഇൻ ദ സിവിൽ ഏവിയേഷൻ സെക്ടർ. ആർക്കാണ് കിട്ടിയ? ബാംഗ്ലൂർ ആൻഡ് ഡൽഹി എയർപോർട്ടിനാണ്. ബെസ്റ്റ് എയർലൈൻ ഓഫ് ദ ഇയർ ആരാണ്? വിസ്താര എയർലൈൻസിനാണ് കിട്ടിയിട്ടുള്ളത്. സ്കോപ്പ് എമിനൻസ് അവാർഡ് ഇൻ കാറ്റഗറി ഓഫ് വിമൻ എംപവർമെന്റ് ഫോർ ദ പീരീഡ് ഓഫ് 2019-20. ആർക്കാണ് കിട്ടിയത്? എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. പിന്നെ ആസാം വൈഭവ് അവാർഡ് ബൈ ആസാം ഗവൺമെന്റ് ആർക്കാണ് കൊടുത്തത്? CJI, ഫോമർ CJI ആയ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയ രഞ്ജൻ ഗൊഗോയിനാണ്. പിന്നെ എൻവയോൺമെന്റ് ഓഫീസർ അവാർഡ് ബൈ VSI ആർക്കാണ് കിട്ടിയത്? ദീപ ഭണ്ഡാരെക്കാണ് കിട്ടിയത്. ഓക്കെ, അടുത്തത് റീസെന്റ് ആയിട്ടുള്ള എക്സസൈസസ്. ഫസ്റ്റ് എഡിഷൻ ഓഫ് നേവി എക്സസൈസ് എന്താണ്? എക്സസൈസ് അയുത്യ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് തായ്ലൻഡ് ആണ്. പിന്നെ ഫസ്റ്റ് എഡിഷൻ ഓഫ് മിലിറ്ററി എക്സസൈസ് ഡെസേർട്ട് സൈക്ലോൺ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് UAE. ഇപ്പൊ നമ്മൾ നോക്കിയത് എന്താണ്? സൈക്ലോൺ സെക്കൻഡ് ആണ്. എക്സസൈസ് സൈക്ലോൺ സെക്കൻഡ് ആണ് നമ്മൾ ഈജിപ്റ്റ് ഇന്ത്യയുടെ ഇടയ്ക്കുള്ളത്. ഇത് ഡെസേർട്ട് സൈക്ലോൺ ആണ് ഇന്ത്യ UAE ഇടയ്ക്കുള്ളത്. രാജസ്ഥാനിൽ വെച്ചാണ് നടന്നത്. പിന്നെ 12th എഡിഷൻ ഓഫ് മൾട്ടിനാഷണൽ നേവൽ എക്സസൈസ് മിലൻ 24 അത് എവിടെ വിശാഖപട്ടണം വെച്ചാണ് നടന്നത്. പിന്നെ ഫസ്റ്റ് എഡിഷൻ ഓഫ് മിലിറ്ററി എക്സസൈസ് ഡെസേർട്ട് സൈക്ലോൺ ബിറ്റ്വീൻ അത് വീണ്ടും റിപ്പീറ്റ് ആയിപ്പോയി. ഓക്കെ, പിന്നെ അടുത്ത് 4th എഡിഷൻ ഓഫ് മിലിറ്ററി എക്സസൈസ് വിൻബാക്സ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിയറ്റ്നാം, ഹനോയ് വിയറ്റ്നാമിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, അതറിയാം. പിന്നെ അടുത്ത് ഓവറോൾ ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ക്വിസ് എടുക്കണം. നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ലിങ്ക്.
അവിടെ പോയിട്ട് ക്വിസ് ചെയ്യുക. ഇതിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ വിട്ടിട്ട് വേറെ എക്സ്ട്രാ കുറേ ക്വസ്റ്റ്യൻസ് എക്സാം പുതിയ റെലവൻ്റ് ആയിട്ട് പുതിയ എക്സാം പാറ്റേണിന് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ടാവും. അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനെ റെഗുലറായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എല്ലാം ഓർമ്മയായിരിക്കും. അതുകൂടാതെ നമ്മൾ ഈ PPT തന്നെ PDF ഫോമാറ്റിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതും പഠിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, വീഡിയോ കാണണമെന്ന് ഞാൻ പറയുന്ന കാര്യം വേറെ ഒന്നുമല്ല, കാര്യങ്ങൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പല പുതിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതൊന്നും PPTയിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കില്ല. പക്ഷെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിന്തിച്ച് വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോഴും നോട്ട്സ് എഴുതിയെടുക്കുക. നോട്ട്സ് എഴുതിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, ബാക്കിയെല്ലാം PPTയിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അല്ലാതെ തന്നെ അവൈലബിൾ ആവും നമ്മളെ ആപ്പിൽ ത്രൂ. ഓക്കെ, സോ അതിനെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങളെ ഫ്രണ്ട്സിനെയും പ്രൊമോട്ട് ചെയ്യുക ഈ വീഡിയോ കാണാൻ വേണ്ടി. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ഗ്രൂപ്പ് ഡിസ്കഷൻ നല്ലൊരു പാറ്റേൺ ആണ്. ബട്ട് അതിൽ ഡൈവേർട്ട് ആയി പോകില്ല. എന്ന് വെച്ചാൽ പഠിക്കുന്ന കാര്യം പഠിച്ചിട്ട് അതിനെ നിർത്തുക അല്ലേ, അതിനെ വേസ്റ്റ് ചെയ്യൽ സമയം. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കിട്ടും. ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം നോട്ടിഫിക്കേഷൻ, നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ ഷടപടാന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എപ്പോഴും ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങളെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് അത് കാണുക. എന്നിട്ട് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, സോ വി വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.